ബഹുമാനപ്പെട്ട ഗീതാനന്ദ മാഷ്, മുരളി മാഷ്, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളൊരു സഹോദര ഭവനത്തിൽ വെച്ചിട്ട് തന്നെ നിങ്ങളെല്ലാം കാണാൻ പറ്റിയതിലും ഇവിടെ ഇത്തരം പ്രത്യേകിച്ച് ഗീതാനന്ദ മാഷ്, മുരളി മാഷൊക്കെ ഒപ്പം വേദി പങ്കിടാൻ പറ്റിയതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരു നിയമം നമ്മൾ എന്തിനു പഠിക്കണം എന്നുള്ളതിൻ്റെ ചരിത്രത്തിൽ കുറച്ച് പിന്നാക്കം പോയി. ഒരുപക്ഷെ ഇപ്പം നമ്മൾ അംബേദ്കറെ തന്നെ പഠിക്കുമ്പോൾ ആധുനിക സ്റ്റേറ്റ് അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ആശയത്തിന്, ഫിലോസഫിക്ക് വിഭിന്നമായിട്ടുള്ള ഒരു ഫിലോസഫി പേറുന്ന ദളിത് ഗോത്ര അല്ലെങ്കിൽ മണ്ണുമായും പ്രകൃതിയുമായും ചേർന്ന് ജീവിക്കുന്ന വ്യത്യസ്ത ഒരു ജൂറിസ്പ്രുഡൻസ് അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാൾ തന്നെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനും ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആവാനും എന്തിനു വേണ്ടി തുനിഞ്ഞിറങ്ങി എന്നുള്ളതിനെക്കുറിച്ച് ഉള്ളൊരാലോചനയായിരുന്നു ഒരുപക്ഷെ എനിക്ക് രാവിലെ മുതലുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആധുനികതയുടെ ഭാഗമായി വന്നിട്ടുള്ള സ്റ്റേറ്റ് എന്നുള്ളതും ആ സ്റ്റേറ്റിൻ്റെ നിയമ സംവിധാനവും, അപ്പോൾ അതിനോടെങ്ങനെ ഇതിനെല്ലാം വിഭിന്നമായി ജീവിച്ച് കാലാകാലങ്ങളായിട്ട് ജീവിച്ചു വരുന്ന ഒരു സംവിധാനത്തെ, നമ്മളീ പറയുന്ന ദളിത്, ഞാൻ പറയുന്നു പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു സംവിധാനത്തെ എങ്ങനെ ഇണക്കിക്കൊണ്ടു പോകണം എന്നുള്ളതിൻ്റെ ഒരു ശ്രമമായിട്ടാണ് എനിക്കിപ്പോൾ അംബേദ്കറുടെ ആ പ്രവർത്തനങ്ങളെ മനസ്സിലാവുന്നത്. അപ്പോൾ അതിൽ തന്നെയുണ്ട് നമ്മൾ എന്തുകൊണ്ട് നിയമത്തെ പഠിക്കണം, അല്ലെങ്കിൽ നിയമം എന്തുകൊണ്ട് നമ്മൾ ആയുധമാക്കണം, അല്ലെങ്കിൽ നമ്മളുടെ സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങളിൽ നിയമത്തിൻ്റെ ഭേദഗതികളും നിയമത്തെക്കുറിച്ചുള്ള ചിന്തകളും നിയമത്തെ പുനഃപരിശോധിക്കലും ഒക്കെ വേണ്ടതാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രസക്തിയുടെ പശ്ചാത്തലത്തിൽ നിന്നിട്ടാണ് ഞാൻ വനാവകാശ നിയമത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് മുൻപായിട്ട് നമുക്ക് ഓർക്കാൻ പറ്റും, ലോകത്ത് ഇന്നലെ ബിജോയ് സംസാരിച്ചിട്ടുണ്ടാവും, പക്ഷെ അധിനിവേശം നടന്നിരുന്നത് ആധുനികത എന്നുള്ളൊരു ഇതിൻ്റെ പുറത്താണ്. അപ്പോൾ ഞാൻ ശരിക്കും ഒരു ഇക്കോളജിസ്റ്റാണ്. പ്രധാനമായിട്ട് ഞാൻ സസ്യശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. എൻ്റെ ഗവേഷണം മുഴുവനും കാടിനെ കുറിച്ചായിരുന്നു. പ്രത്യേകിച്ച് പുഴത്തീരത്തുള്ള കാടുകൾ, അതിലുള്ള സസ്യങ്ങളുടെ സാമൂഹിക ഘടന, പ്രകൃതിയുടെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ടും മനുഷ്യൻ ഉണ്ടാക്കിയ പ്രകൃതിയിലെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ടും സസ്യസമൂഹങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. ഇപ്പം നമുക്ക് സാമൂഹിക ഘടന ഉള്ള പോലെ അവർക്കും ഉണ്ട്. അതിനെക്കുറിച്ചാണ് എൻ്റെ ഗവേഷണം. പക്ഷേ കുറേ കാലമായിട്ട് 2005 മുതൽ നമ്മൾ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ആദിവാസി സുഹൃത്തുക്കളാണ്. പിന്നെ എൻ്റെ നാട് ഇതാണ്, ഞാൻ മതിലകത്താണ്. അപ്പോൾ കടലിലേക്ക് വൈകുന്നേര സമയത്ത് ഒരു കൊതുമ്പ് വഞ്ചിയിൽ കയറി അകലേക്ക് പോകുന്ന ഒരു മുക്കുവൻ, അതാണ് എൻ്റെ ഹീറോ. അപ്പോൾ അത് നമുക്ക് സാധാരണഗതിയിൽ സാധാരണ ലോജിക്കുകൾക്ക് ഉത്തരം തരാത്ത കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. വിശാലമായ കടലിലേക്ക് വൈകുന്നേര സമയത്ത് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് മീനമാസത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊതുമ്പ് വെള്ളത്തിൽ കയറി ഒറ്റയ്ക്ക് പോകുന്ന മുക്കുവൻ. അതേപോലെ തന്നെ വിശാലമായ കാട്ടിൽ ആനയും എല്ലാം ഉള്ള കാട്ടിൽ ഇങ്ങനെ അങ്ങോട്ട് ഇലകൾക്കിടയിലേക്ക് അപ്രത്യക്ഷമാകുന്ന ഒരു ആദിവാസി. ഇത് രണ്ടും എനിക്ക് നമ്മൾ പറയുന്ന ചെറുപ്പം തൊട്ടേ സൂപ്പർ ഹ്യൂമൻസ് ആയിരുന്നു. നമ്മൾ പറയുന്ന പോലെ ഒരു അതിമാനുഷ്യരാണ്, അല്ലെങ്കിൽ മനുഷ്യരുടെ അതിമാനുഷ്യത്വം ഞാൻ കണ്ടിട്ടുള്ളത് അവരിലാണ്. അപ്പം ഇതെങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയാണ് ചില ഗവേഷണങ്ങളിലേക്കും തുടർന്ന് ചില പ്രവർത്തനങ്ങളിലേക്കും എന്നെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ പല ആദിവാസി ആളുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ, നമ്മളെ സുഹൃത്തുക്കളെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ചില ചിന്തകൾ അത് കേരളത്തിലെ മറ്റു ദളിതുകൾക്ക് ഒരു പക്ഷേ മനസ്സിലുണ്ടാകും, പക്ഷെ പ്രവർത്തനത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിൻ്റെ കാരണവും ഞാൻ സൂചിപ്പിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ആദിവാസി മീൻ പിടിക്കുന്നു. അപ്പം നമ്മൾ അവനോട് ചോദിക്കുക, ഇന്ന് എത്ര മീൻ പിടിച്ചു? അന്ന് 2 പിടിച്ചു. ഇന്നലെ 1 പിടിച്ചുള്ളൂ. ഇന്നലെ എന്താ 1 പിടിച്ചത്? ഇന്നലെ ഞാനും എൻ്റെ കുടുംബം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 2 പിടിച്ചെന്ന് നിങ്ങൾ എൻ്റെ അതിഥിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് ഇത് മുഴുവൻ പിടിച്ചു കഴിഞ്ഞിട്ട് ബാങ്ക് അക്കൗണ്ട് ആക്കിയില്ല?
അപ്പോൾ അതിനെ ഉദ്ധരിച്ചിട്ട് ഒരു ക്യാമ്പിൽ നടന്നൊരു അനുഭവം ഞാൻ പറയാണ്. നമ്മളുടെ ഒരു സുഹൃത്ത്, ഒരു ആദിവാസി സുഹൃത്ത്, ഒരു 5 സെന്റ് പോലും ഭൂമി സ്വന്തമായി ഇല്ലാത്ത ഒരാൾ, സ്വന്തമായി പേരിൽ 5 സെന്റ് ഭൂമി ഇല്ലാത്ത ഒരാൾ, ഇടയ്ക്കൊക്കെ മദ്യപിക്കും, ഇടയ്ക്ക് പുകവലിക്കും, കാട്ടിലൊക്കെ ഇങ്ങനെ നടക്കും, ഇങ്ങനെ സാധാരണ ഒരു മനുഷ്യൻ. പക്ഷേ ഒരു ക്യാമ്പിൽ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വിഷമമുണ്ടാവുന്ന ഒരു കാര്യം, ഉണ്ടായൊരു കാര്യം, ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ആളുകളുണ്ട്, ക്യാമ്പാണ്, അതിൽ ആദിവാസികളായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ വിഭാഗത്തിൽ പെട്ടുന്ന ഒരു 1-2 പേരേ ഉള്ളൂ. ബാക്കിയൊക്കെ പുറമേ നിന്നുള്ള ആൾ, കാടിനെ കുറിച്ച് പഠിക്കാനുള്ള ഉദ്യോഗസ്ഥരും മറ്റുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്കിവിടെ പുഴയുണ്ട്, കാടുണ്ട്, നല്ല വായുവുണ്ട്, വെള്ളമുണ്ട്, നിങ്ങൾക്കൊന്നും അതില്ല എന്നതാണ് എൻ്റെ വിഷമം എന്ന് പറഞ്ഞത്. അപ്പോൾ അതോടുകൂടി അന്ന് 3 ദിവസത്തെ ക്യാമ്പിലുള്ള എല്ലാ പ്രഭാഷണങ്ങളും അതോടുകൂടി ആ ഒരൊറ്റ സെൻറ്റൻസോട് കൂടി ഇങ്ങോട്ട് ഇല്ലാതായി. അതായത് 5 സെന്റ് പോലും സ്ഥലം സ്വന്തമായിട്ടില്ലാത്ത, ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇവിടെ ഇതൊക്കെയുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മളുടെ ചീഫ് സിയാറ്റിൽ മൂപ്പൻ്റെ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന കുറെ പ്രഭാഷണങ്ങൾ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഈ കൊളോണിയൽ ഒരുപക്ഷെ നമ്മളുടെ ചരിത്രത്തിൽ 2 കാലഘട്ടങ്ങളിലായിട്ടാണ് ഈ അധിനിവേശങ്ങൾ നടക്കുന്നത്. ഒന്ന്, നമ്മളിങ്ങനെ ചരിത്രത്തിന്റെ പിന്നിലെ ചരിത്രം എന്നുള്ള രീതിയിൽ വായിക്കുന്ന റോമൻ പേർഷ്യൻ സാമ്രാജ്യ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അതിൻ്റെ ഒരു തിരിശേഷിപ്പ് എന്ന രീതിയിൽ നമുക്ക് പറയാവുന്നത് കൊടുങ്ങല്ലൂരിലെ മുസ്രീസാണ്. മുസ്രീസ് പട്ടണത്തിന്റെ പഴക്കത്തെ ഇപ്പം അടുത്ത കാലത്ത് നിർണ്ണയിക്കുമ്പോൾ 1000 BC, അതായത് ക്രിസ്തുവിനും 1000 വർഷങ്ങൾക്ക് മുമ്പ് റോമുമായിട്ട് നമുക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയണം. അപ്പോൾ ആ കാലഘട്ടത്തിന് ശേഷം പിന്നെ വരുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഒരു ആധുനികതയുടെ ഒരു മുഖമായിട്ട് വരുന്ന ഒരു അധിനിവേശം വരുന്നത് യൂറോപ്യൻ, ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ആദ്യം ഇന്ത്യയിലേക്ക് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അവർ അമേരിക്കയിൽ പോകുന്നതാണ്. അപ്പോൾ അന്ന് കാലത്ത് ഉണ്ടായിട്ടുള്ള ചില തത്വസംഹിതകളുണ്ട്, ജീവിത വിശ്വാസങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തുള്ള ഇന്ന് നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളൊക്കെ തന്നെ. ബിജോയ് അത് പരാമർശിച്ചിട്ടുണ്ടാവും, എന്നാലും ഞാനൊന്ന് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ 1800കളുടെ അവസാനത്തിൽ അമേരിക്കയിൽ മുഴുവനും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഓരോ പ്രദേശങ്ങളും പിടിച്ചടക്കി അവിടെയുള്ള ആദിവാസികളെ മുഴുവനും ഉന്മൂലനം ചെയ്യുന്നു. അങ്ങനെ തന്നെ പറയണം, അത് ജീനോസൈഡാണ്. പക്ഷെ അന്നത്തെ ആദ്യത്തെ കൺസർവേഷൻ പ്രിൻസിപ്പിൾസ് അന്ന് രൂപം കൊള്ളുമ്പോൾ പറഞ്ഞിരുന്നത് 2 തരത്തിലുള്ള തിയറിയാണ് അന്ന് ബ്രിട്ടീഷുകാർക്കും ഉണ്ടായിരുന്നത്. ഒന്ന്, ഗിഫോർഡ് പിഞ്ചോഫ്റ്റ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ താല്പര്യത്തിൽ ഭൂമി എന്നുള്ളതിന്റെ ഉടമസ്ഥാവകാശം സ്റ്റേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് വിക്ടോറിയ രാജ്ഞിയുടെ ഉടമസ്ഥാവകാശത്തിൽ കൊണ്ടുവരണം. 2, ആ ഭൂമിയെ മുഴുവനും, അതായത് കാടിനെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ലാൻഡായിട്ട് മാറ്റണം. പ്രൊഡക്റ്റീവ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിന് എന്താണോ താല്പര്യം അത് ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെയാണ് ആദ്യത്തെ പ്ലാന്റേഷൻ എന്നുള്ളൊരു സാധനം തന്നെ വരുന്നത്. കാട് വിട്ട് എന്നിട്ട് നമുക്കിഷ്ടമുള്ള മരം ഡെവലപ്പ് ചെയ്യുക. മൂന്നാമത്തെ ഒരു പ്രിൻസിപ്പിൾ എന്തായിരുന്നു വെച്ചാൽ, തദ്ദേശ ജനസമൂഹങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് വനത്തിൽ നിന്ന് പരിപാലിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവരെ അവിടെ നിന്ന് ഒഴിവാക്കുക. ഇങ്ങനെ 3 തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ 3 തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യ കാലഘട്ടത്തിൽ ഈ കൊളോണിയൽ അധിനിവേശം വരുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ തന്നെ ജോൺ മൂർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് പറഞ്ഞിരുന്നു, നേച്ചറിനെ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് ശരിയല്ല. അദ്ദേഹം പറഞ്ഞത് നേച്ചർ ഹാസ് ടു ബി പ്രിസർവ്ഡ് ആസ് ഇറ്റ് ഈസ്. എങ്ങനെയാണോ പ്രകൃതി അതേപോലെ തന്നെ നിലനിർത്തണം എന്നായിരുന്നു. പക്ഷെ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും അതിന് ആരും ചെവി കൊടുത്തില്ല. അദ്ദേഹത്തിന്റെ തിയറി പിന്നെ അറിയപ്പെട്ടൊന്നുമില്ല. പക്ഷെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ അന്നത്തെ ഈസ്റ്റ് ഇന്ത്യ ഗവൺമെന്റ് വിക്ടോറിയൻ ജൂറിസ്പ്രുഡൻസ് എടുക്കുന്നത് ഗിൽഫോർഡ് പിഞ്ചോഫ്റ്റിന്റെ സമീപനമാണ്. അപ്പോൾ അതെല്ലാം നാശം വിധിച്ച ആ അവസാന കാലഘട്ടത്തിൽ ചീഫ് സിയാറ്റിലെ മൂപ്പൻ പ്രസംഗിച്ച പ്രസംഗമുണ്ട്. അത് പ്രസംഗം നമ്മൾ മുഴുവൻ വായിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പോലും അത് പക്ഷേ വളരെ ഫേമസ് ആണ്. അതിൽ ചില വാചകങ്ങൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ടാവും. ഉദാഹരണത്തിന്, അവസാനത്തെ മരവും വെട്ടിക്കഴിഞ്ഞ് അവസാനത്തെ മത്സ്യത്തെയും പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ നിങ്ങൾക്ക് പണം കഴിക്കാൻ പറ്റില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ പലരും വായിച്ച് കേട്ടിട്ടുണ്ടാവും എവിടെയെങ്കിലും. പിന്നെ അതേപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള അതിനകത്തുള്ളൊരു ചോദ്യമാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ആകാശത്തിന്റെ വിസ്മയത്തെയും കടലിന്റെ അഗാധതയെയും അതേപോലെ തന്നെ മഴയെയും ഒക്കെ വിൽക്കാൻ പറ്റുന്നത് എന്ന്. നിങ്ങളുടെ ഭൂമി എന്ന് പറയുന്നത് നിങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് പരമ്പരാഗതമായി നേടിയെടുത്തതല്ല, മറിച്ച് നിങ്ങളുടെ വരാൻ പോകുന്ന തലമുറകളിൽ നിന്ന് നിങ്ങൾ കടമെടുത്തതാണെന്നാണ് പറയുന്നത്.
ഇങ്ങനെ കുറേ സ്റ്റേറ്റ്മെന്റ് ആണ് അതിനകത്ത്. അതേപോലെ പറയുന്നത് ഭൂമി ആരുടെയും സ്വന്തമല്ല, നമ്മൾ ഭൂമിയുടേതാണ്. ശരിയാണല്ലോ. അപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൊടുത്തിട്ട് പോകണമല്ലോ അത്, അല്ലാണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ എൻ്റെ കിണറിലെ അല്ലെങ്കിൽ എൻ്റെ ഭൂമിയിലുള്ള വെള്ളം എന്ന് പറയുന്നത് എൻ്റെ ഭൂമിയിലൂടെ മാത്രം വന്നിട്ടുള്ളതല്ല. അപ്പൊ നിന്റെ അല്ല. അപ്പൊ നിന്റെ അല്ലാത്ത സാധനം നിങ്ങളെങ്ങനെ കൊടുക്കുക? നിങ്ങളുടേതല്ലാത്തൊരു സാധനത്തിന് നിങ്ങളെങ്ങനെ ഞങ്ങൾക്ക് പട്ടയം തരിക? ഇത്തരത്തിലുള്ള വലിയ വലിയ ചോദ്യങ്ങൾ തന്നെ നമ്മൾ പറയണം. അത്തരം ചോദ്യം നമ്മൾ റിട്ടൺ ആയിട്ട് വായിക്കുകയാണ് എവിടെ? ഈ കാലഘട്ടത്തിൽ ചീഫ് സിയാറ്റിൽ മൂപ്പന്റെ പ്രസംഗമായിട്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലല്ല, ലോകത്തെമ്പാടുമുള്ള ആദിവാസി സമൂഹങ്ങളുടെ ഇടയിലെ അന്തസത്തയും ഫിലോസഫി ഇതൊക്കെ തന്നെയാണ്. ആദിവാസി ആയാലും ദളിതരായാലും ഞാൻ അതിനെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് ആവാസ വ്യവസ്ഥ മനുഷ്യർ എന്നാണ്, ഇക്കോസിസ്റ്റം മനുഷ്യർ എന്നാണ്. അതായത് ഇപ്പോൾ 2 തരത്തിലുള്ള മനുഷ്യരുണ്ടെന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഒന്ന് ആധുനികതയുടെ ഭാഗമായി ജീവിക്കുന്ന ആന്ത്രോപോസിൻ എന്ന് പറയും. അതായത് 1960-കൾക്ക് ശേഷമുള്ള ഒരു കാലഘട്ടത്തെ ഇപ്പോൾ ജിയോളജിസ്റ്റുകൾ വരെയും വേർതിരിച്ചു കഴിഞ്ഞു. അത് ആന്ത്രോപോസീന എന്ന് പറയുന്നത്. അത് മനുഷ്യന്റെ കാലഘട്ടം തുടങ്ങി, ഒരു യുഗം തുടങ്ങി, പഴയ യുഗം അവസാനിച്ചു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒരു യുഗത്തെ നമ്മൾ രേഖപ്പെടുത്തുന്നത് ഭൂമിയിൽ ആ കാലഘട്ടം ഉണ്ടാകുന്ന തിരിശേഷിപ്പുകൾ എന്ന് പറയുമ്പോൾ അവശേഷിപ്പുകളാണ്. ഉദാഹരണത്തിന് ഇപ്പൊ ലോകത്ത് എവിടെ കുഴിച്ചാലും മനുഷ്യനിർമ്മിതമായ പ്ലാസ്റ്റിക്കും കോൺക്രീറ്റും ഒക്കെ കിട്ടും. അല്ലെങ്കിൽ രാത്രി കാലത്ത് നമ്മളൊരു ഫോട്ടോ ലോകത്തിന്റെ എടുക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും വൈദ്യുത അലങ്കാരങ്ങളുണ്ട്. അതായത് മനുഷ്യന്റെ ഇടപെടൽ ഗ്ലോബിനെ മൊത്തം ബാധിക്കുന്ന ഒരു ചരിത്ര അല്ലെങ്കിൽ ജിയോളജിക്കൽ ഇവന്റായി മാറിക്കഴിഞ്ഞു, ഭൂമിശാസ്ത്രപരമായിട്ടുള്ളൊരു മാറ്റമായി മാറിക്കഴിഞ്ഞു. അപ്പൊ ആ കാലഘട്ടം മനുഷ്യ കാലഘട്ടമായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ അതിനു മുമ്പ് ഒരു ആധുനികത എന്ന് പറയുകയും ചെയ്തു. അപ്പൊ ആധുനികതയുടെയും ആന്ത്രോപോസിന്റെയും കാലത്ത് ജീവിക്കുന്ന മനുഷ്യരും ആവാസ വ്യവസ്ഥ മനുഷ്യരും. സിമ്പിളായിട്ട് പറയാം, അതായത് ഒരാൾ ഒരു ദിവസം ജീവിക്കുന്നു, 100 കാര്യം ചെയ്യുമ്പോൾ 90 കാര്യമെങ്കിലും പണം കൊടുക്കാതെ ചെയ്യുന്ന ഒരാളെ നമുക്ക് ആവാസ വ്യവസ്ഥ മനുഷ്യൻ പറയാം. അതിൽ മുക്കുവർ വരും, ആദിവാസികൾ വരും, കൃഷിക്കാർ വരും, എല്ലാവരും വരും. അത് ഷെഡ്യൂൾഡ് ട്രൈബ് എന്നുള്ള നമ്മളുടെ 1935-ലുള്ള ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ല എന്നുള്ളതൊരു വിഷയമല്ല. അവർ തദ്ദേശ ജനസമൂഹങ്ങളാണ്. ആ തദ്ദേശ ജനസമൂഹങ്ങളൊക്കെ തന്നെ അവരുടെ ജീവിതത്തിന്റെ 100 കാര്യം ചെയ്യുന്നതിൽ 90 കാര്യത്തോളം പണമില്ലാതെ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ളൊരു വലിയ ജനസമൂഹമുള്ള നാടാണ് ഇന്ത്യ. പ്രത്യേകിച്ച് ലോകത്തിലെ തന്നെ തദ്ദേശ ജനസമൂഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നോട്ട് നിരോധിച്ചപ്പോഴും ഇന്ത്യയിൽ വലിയ പ്രശ്നമില്ലായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, നോട്ട് നിരോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത് അർബൻ പുവറിനെയാണ്. അത് ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ഉള്ള സാധാരണ മനുഷ്യരെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. അല്ലാതെ ഇന്ത്യയിലുള്ള ഞാൻ ഈ നേരത്തെ പറഞ്ഞ അതായത് നമുക്കറിയാം നമ്മളുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്ന കൃഷിക്കാരും ദളിതരും ആദിവാസികളുള്ള ആൾക്കാരൊക്കെ ഈ പണം എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്ന തുച്ഛമാണ് ശരിക്കും. പക്ഷെ എന്ന് വെച്ചിട്ട് അവർ ജീവിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെക്കാളും അന്തസ്സായിട്ട് ജീവിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ആദിവാസിയുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഓർക്കണം. ശമ്പളം വാങ്ങാത്ത, ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആദിവാസി നല്ല വായു കുടിച്ച് നല്ല ഭക്ഷണം കഴിച്ച് സ്വന്തമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ, അത് ഈ കാലഘട്ടത്തിൽ പറയുമ്പോൾ അങ്ങനെ കുറെ ആളുകൾ ഉള്ളത് കൊണ്ടാണ് ആ നോട്ട് നിരോധനം നമ്മളെ ബാധിക്കാതെ പോയത്. അപ്പോൾ ഇനി നേരെ തിരിച്ചെടുക്കാം. ചില മനുഷ്യർ, ഇപ്പൊ ഞാനടക്കം, ഞാൻ എന്താണ് പരിസ്ഥിതി സംരക്ഷകരെന്ന എന്താണ് പരിസ്ഥിതിവാദി എന്നൊക്കെയാണ് ആദ്യം പറയുന്നത്, പ്രകൃതി സംരക്ഷകനാണ് എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നോക്കുമ്പോൾ, എൻ്റെ ജീവിതത്തെ പരിശോധിച്ചാൽ ഈ 100 കാര്യത്തെ നമ്മൾ നോക്കുമ്പോൾ 90 കാര്യവും പണം കൊടുത്ത് തന്നെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാനൊരു ആവാസ വ്യവസ്ഥ മനുഷ്യനല്ല. ഞാൻ എന്താണ് ആധുനികതയിൽ ജീവിക്കുന്ന ആന്ത്രോപോസിന്റെ ഭാഗമായിട്ടുള്ള നമ്മൾ മനുഷ്യൻ പ്രകൃതിയുടെ ശത്രുവാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രകൃതിയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു മനുഷ്യ സംവിധാനത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഒരു ആവാസ വ്യവസ്ഥ മനുഷ്യൻ അങ്ങനെയല്ല. അപ്പൊ ലോകത്തിൽ ഞാൻ ഈ പറഞ്ഞത് ഈ കൊളോണിയൽ അധിനിവേശവും ആധുനികതയുടെ കടന്നുവരലും നമ്മളീ പറയുന്ന വിഭവങ്ങളുടെ കേന്ദ്രീകരണവും അധികാരത്തിന്റെ കേന്ദ്രീകരണവും ഇതൊക്കെ തമ്മിൽ കൃത്യമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളിൽ തകർത്തെറിയപ്പെട്ടത് പ്രകൃതിയുടെ ഭാഗമായി പ്രകൃതിയുടെ തുലനത്തിനും നമ്മൾ പറയുന്ന എല്ലാ തരത്തിലുള്ള ജൈവികതയ്ക്കും നീതിബോധത്തിൻ്റെയൊക്കെ പശ്ചാത്തലമായി മാറേണ്ട നീതി കേട് എന്ന് പറയുന്നത്
അലോക്കേഷൻ, അതായത് നമ്മൾ കൊടുക്കുന്നതിൻ്റെ വീതം വെപ്പിലിൻ്റെ ഇന്നീക്വിറ്റി വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നീതികേട് ഉണ്ടാവുന്നത്. പ്രകൃതിയിലെ വീതം വെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈക്വലാണ്. ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് എങ്ങനെയാണ് പ്രകൃതിയുടെ വീതം വെപ്പ്. അതിൽ നിന്ന് മാറ്റം വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിയമത്തെക്കുറിച്ചും അനീതിയെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ജസ്റ്റിസിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ അത്തരത്തിലൊന്നും ഇല്ലാതിരുന്ന ഒരു മാനുഷിക സംവിധാനങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യരിൽ നിന്ന് ആധുനിക ഇതിലേക്ക് കടക്കുമ്പോൾ വലിയ മാറ്റം ഉണ്ടാവുകയാണ്. അപ്പോൾ അതിൽ ഇന്നും കുറേ ആളുകൾ ഞാൻ ഈ പറയുന്ന പോലെയൊക്കെ തന്നെ അതേ ഫിലോസഫി കൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇടമലക്കുടിയിലെ മൂപ്പന്മാരുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുന്നത്, ഇപ്പം അടുത്ത കാലം വരെ വനാവകാശ നിയമം വന്നപ്പോൾ അതിൽ വ്യക്തിപരമായി ഭൂമിക്കുള്ള അവകാശത്തിനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ ഇടമലക്കുടി മൂപ്പന്മാർ പറയുന്നത് വേണ്ടെന്ന് പറയണേ, വ്യക്തിപരമായി ഭൂമിക്ക് അവകാശം വേണ്ട, ഞങ്ങളുടെ ഈ മൊത്തത്തിലുള്ള ഭൂമി ഞങ്ങൾക്ക് പൊതു അവകാശമായിട്ട് മതി. വ്യക്തിപരമായിട്ട് നിങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതോടുകൂടി ഞങ്ങളുടെ ഭൂമി നഷ്ടപ്പെടും, ഞങ്ങൾ പരസ്പരം കലഹിക്കാൻ തുടങ്ങും, ഈ ഭൂമികൾ അന്യാധീനപ്പെടും, അവർ പറയുന്നതാണ്. അങ്ങനെ പറയുന്ന 1000 ആദിവാസികളെ എനിക്കറിയാം, 1000 ആദിവാസി മൂപ്പന്മാരെ എനിക്കറിയാം. നമ്മൾ ഇപ്പോഴും അവർ നമ്മളുടെ ഇടയിൽ ജീവിക്കുന്നു. അപ്പോൾ ആ ഫിലോസഫി ലോകത്തുനിന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പം നേരെ തിരിച്ചുള്ള അധിനിവേശത്തിൻ്റെയും, അപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കില്ല, നിങ്ങൾക്ക് എല്ലാവരും, നിങ്ങൾ വളരെ പ്രബുദ്ധരായുള്ളത്, നിങ്ങൾക്ക് അറിയാം ജാതിയുടെയൊക്കെ ഒരു ഉൽപ്പത്തി എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന കാസ്റ്റൊക്കെ ഇത്തരത്തിലെ ആളുകളെ കൺട്രോൾ ചെയ്യാനും ഓരോരുത്തർ ഇന്ന പണിക്കാരെ അടിമകളായിട്ട് നിർത്താനൊക്കെ വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, അത് ഏത് മതത്തിന്റെ സംവിധാനത്തിലും ലോകത്തുണ്ടായിട്ടുള്ള ഏത് സംസ്കാരത്തിലും ഈ അധിനിവേശം വരുന്നതിന്റെ പിന്നിൽ നമുക്കിതൊക്കെ കാണാൻ പറ്റും, നമുക്ക് ദർശിക്കാൻ പറ്റും. അത് ഇന്ത്യയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഒക്കെ അത് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിനെതിരെ എങ്ങനെ ഈ ഒരു നമുക്ക് സംഭവിച്ച, ചരിത്രപരമായി സംഭവിച്ച അനീതിയെ എങ്ങനെ മറികടക്കാം എന്നുള്ളൊരു ചിന്തയാണ് ശരിക്കും നമ്മളിവിടെ കൂടിയിരിക്കുന്നതും, അല്ലെങ്കിൽ അംബേദ്കറും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും ഫൈറ്റ് ചെയ്തിരുന്നതും. അപ്പോൾ നമുക്കിന്ന് എന്താണ് ഒരു വിക്ടോറിയൻ ജൂറിസ്പ്രുഡൻസിൻ്റെ, അതായത് അല്ലെങ്കിൽ വിക്ടോറിയൻ ആശയങ്ങളെ വെച്ചുണ്ടാക്കിയ നിയമ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിയമങ്ങൾ തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പലപ്പോഴും ഇപ്പം എനിക്കറിയാം ആദിവാസി സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ ഈ നിയമത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവർക്കിത് ഭയങ്കര അന്യമാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ പറമ്പ് ഒരാൾ വന്ന് കയ്യേറി എന്ന് വിചാരിക്കുക. ഒരാൾ എൻ്റെ വീട്ടിൽ വന്ന് കയ്യേറി, പറമ്പ് കയ്യേറി, ഞാൻ അയാളെ പോലെ പിടിച്ച് തള്ളി, അയാൾ എന്നെയും തിരിച്ചു തള്ളി. പക്ഷെ കയ്യൂക്കുള്ളവൻ ആദ്യം പോയി ഇങ്ങേറ്റ് എന്ത് ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ കേസും കൊടുക്കും, ആസ്പത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യും. അപ്പം അയാൾ പോയി എനിക്കെതിരെ കേസ് കൊടുത്തു എന്ന് വിചാരിക്കുക, എന്ത്, ഞാൻ അയാളെ തല്ലിയെന്നും പറഞ്ഞു. അപ്പം കേസ് വിളിക്കും, ജഡ്ജിയും കോടതിയൊക്കെ ഉണ്ട്, നമ്മളോട് എന്നോട് ചോദിക്കും നീ അയാളെ തല്ലിയോന്ന് ചോദിക്കും. അപ്പം ഒരു ആദിവാസി മാനസികാവസ്ഥ ഉള്ള ആളാണ് ഞാനെങ്കിൽ ഞാൻ എന്ത് പറയും, ഞാൻ തല്ലി എന്താന്ന് പറയുമ്പോൾ കോടതി ചോദിക്കുമല്ലോ എന്നോട്, എന്തെന്ന് നീ എന്തിനാ തല്ലിയെന്ന് ചോദിക്കുമല്ലോ. അപ്പം എനിക്ക് പറയാമല്ലോ എൻ്റെ ഭൂമി വന്ന് കൈകാരി കൊണ്ടാണ് ഞാൻ തല്ലിയത്, എൻ്റെ ഭാഗത്തല്ല പ്രശ്നമെന്ന്. പക്ഷേ ഈ വിക്ടോറിയൻ ലോയിൽ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ തല്ലിയോ എന്ന് ചോദിച്ചാൽ ഞാൻ തല്ലി എന്ന് പറഞ്ഞാൽ ഞാൻ ശിക്ഷിക്കപ്പെടും. അപ്പം എൻ്റെ ഭൂമി കൈയേറിയതിന് അതിന് ഞാൻ വേറെ കേസ് കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ കോടതി ബ്ലൈൻഡ് ആണെന്ന് പറയുന്നത്. കോടതി നിയമപുസ്തകത്തെയും അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആരോപണങ്ങളെയും അതിൻ്റെ തെളിവുകളെയും മാത്രമേ നോക്കുന്നുള്ളൂ. മൊത്തത്തിൽ വേറൊരു തുറന്ന കണ്ണു വെച്ച് കോടതിക്ക് നോക്കാൻ പറ്റില്ല. അത് എന്തുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമ സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നമുക്കൊക്കെ അന്യമായിട്ടുള്ള, ഭൂമിക്ക് അന്യമായിട്ടുള്ള ഒരു തത്വശാസ്ത്രത്തിൽ നിന്ന് തന്നെയാണ്. അതൊരു ആദിവാസിയുടെ തത്വശാസ്ത്രമല്ല, ആവാസ വ്യവസ്ഥ മനുഷ്യന്റെ തത്വശാസ്ത്രമല്ല, അല്ലേ? അപ്പൊ ഇനി നമ്മളുടെ ഊര് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ വീടെടുക്കുക. നമ്മളെ വീട്ടിൽ എങ്ങനെയാണ് ഒരു നിയമ സംവിധാനം വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഒരാളൊരു കുറ്റം ചെയ്തു, അയാൾ ആ കുറ്റത്തിൽ നിന്നൊക്കെ പശ്ചാത്തപിച്ച് 10 കൊല്ലം ജീവിച്ച് തിരിച്ചു വന്നാൽ അയാൾ നമ്മൾ വീണ്ടും ശിക്ഷിക്കുമോ? ശിക്ഷിക്കില്ല. ഒരു ആദിവാസിയുടെ ഊരിലും അങ്ങനത്തെ ഒരു നിയമം ഉണ്ടാവില്ല, ലോകത്ത് ഒരു സ്ഥലത്തും ഉണ്ടാവില്ല, ഒരു ദളിതന്റെ വീട്ടിലും ഉണ്ടാവില്ല, ഒരു മുക്കുവ സംവിധാനത്തിലും അവിടെ നടക്കുന്ന ഊരുവിലക്കിലടക്കം ഇങ്ങനത്തെ നിയമങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ നമ്മളിപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്ന നിയമത്തിൽ എങ്ങനെയാണ്? ഒരു കുറ്റം ചെയ്തു, അയാൾ മുങ്ങി, ഇവിടെ നിന്ന് ഗൾഫിനോ എവിടേക്കോ നാട് വിട്ടു പോയി. അത് കഴിഞ്ഞ് അയാൾ വളരെ നല്ല മനുഷ്യനൊക്കെ ആയിട്ട് ജീവിച്ചു, എന്നിട്ട് തിരിച്ചു വന്നു, എന്ത് ചെയ്യും? നമ്മൾ അറസ്റ്റ് ചെയ്ത് അയാളുടെ അടുത്ത് നിയമം നടപ്പിലാക്കും. അപ്പൊ ഇത്തരത്തില് ഞാൻ പറഞ്ഞ ആ തത്വശാസ്ത്രത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നിയമ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നിയമത്തെ മാറ്റേണ്ടതുണ്ട്, നിയമത്തിന്റെ ആശയങ്ങളെ, നിയമം രൂപം കൊണ്ട ഫിലോസഫിയെ മാറ്റുന്നത്. ഇതങ്ങനെ തന്നെ കടമെടുത്താണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ
നമ്മൾ കല്യാണം കഴിക്കുന്നതും ഡൈവോഴ്സ് ചെയ്യുന്നതും കുറ്റം ചെയ്ത പോലീസ് പിടിക്കുന്നതും ഒക്കെ 1865 തുടങ്ങിയിട്ടുള്ള ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പൊ അതിന്റെ എല്ലാ നിയമങ്ങളും, ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ നിയമമായാലും വന നിയമങ്ങളായാലും ഇതെല്ലാം തന്നെ ഈ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ഭരണ സംവിധാനം, ഇന്ത്യയുടെ അടിസ്ഥാന ഇന്ത്യ എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്ന ഇന്ത്യയാണെങ്കിൽ ഇപ്പോൾ ലോകത്തിലെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ തദ്ദേശ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അഗോത്ര ജനങ്ങൾ ഉള്ള വിഭാഗങ്ങളുള്ള ഒരു കോണ്ടിനെന്റാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ ലോകത്തിന്റെ തന്നെ എനിക്ക് തോന്നുന്നു 28% എന്താണ് ട്രൈബൽ നമ്മൾ പറയാവുന്ന ഇൻഡിജിനസ് കമ്മ്യൂണിറ്റി ഇന്ത്യയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യയുടെ തത്വശാസ്ത്രം, നിയമത്തെക്കുറിച്ചുള്ളത്, ഭരണത്തെക്കുറിച്ചുള്ളത്, വിഭവങ്ങളെക്കുറിച്ചുള്ളത്, അധികാരത്തെക്കുറിച്ചുള്ള തത്വശാസ്ത്രം എന്ന് പറയുന്നത് അത് വിക്ടോറിയൻ തത്വശാസ്ത്രം ആവാൻ പറ്റില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആവാസ വ്യവസ്ഥ മനുഷ്യരുടെയും ദളിതന്റെയും മത്സ്യത്തൊഴിലാളികളുടെയും ഒക്കെ തന്നെ തത്വശാസ്ത്രം ആയിരിക്കണം. പക്ഷെ നമ്മൾ 5 സ്ഥലത്തു നിന്നോ ഒക്കെ കടമെടുത്തിട്ട് തന്നെയാണ് നമ്മളുടെ ഭരണഘടന രൂപം കൊണ്ടതെന്നും അതിനേക്കാൾ മുമ്പേ നിയമങ്ങളെല്ലാം തന്നെ വിക്ടോറിയൻ ജൂറിസ്പ്രുഡൻസിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. മാറ്റം അനിവാര്യമാണ്, മാറണം. അപ്പൊ അതിനെയൊക്കെ തിരുത്തുക, അല്ലെങ്കിൽ അത് തിരുത്തപ്പെടാത്തത് കൊണ്ടുള്ള അനീതിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് 2006 വനാവകാശ നിയമം പറയുന്നത് പരമ്പരാഗതമായിട്ട് ജീവിച്ചു വരുന്ന ആദിവാസികളുടെ അവകാശങ്ങളെ അംഗീകരിച്ചു കൊടുക്കുക, രേഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് വനാവകാശ നിയമം പറയുന്നത്. അല്ലാണ്ട് പുതിയതായിട്ടൊന്നും കൊടുക്കുന്നൊന്നുമില്ല. പരമ്പരാഗതമായിട്ട് അവർ ജീവിച്ചു വന്ന ഭൂമിയിലുള്ള അവകാശങ്ങൾ. അപ്പൊ ഇതിന്റെ ഇപ്പൊ അടുത്ത് വന്ന സുപ്രീം കോടതി വിധി, അതിനെ തൊട്ടു മുമ്പുണ്ടായിട്ടുള്ള ഒരു സുപ്രീം കോടതി വിധിയെ കുറിച്ചും കൂടി ഒന്ന് പരാമർശിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു കുറച്ചും കൂടി ഒരു വ്യക്തത കിട്ടും. ഉദാഹരണത്തിന് 94 ശേഷം ഇതേപോലെ തന്നെ വനത്തിൽ അതിക്രമിച്ച് കയറിയ ആളുകളെ വനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ കുറെ ആളുകൾ സമീപിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ആദിവാസികൾക്കെതിരായ വിധി കൊണ്ടുവന്ന അതേ ആളുകളൊക്കെ തന്നെ അന്നത്തെ രൂപത്തിലും ഭാവത്തിലും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നിട്ട് 2000 ഒരു വിധി വാങ്ങുകയാണ് സുപ്രീം കോടതി. എന്താണ് വിധി? അനധികൃതമായി വനത്തിൽ താമസിക്കുന്ന എല്ലാവരെയും പുറത്താക്കാന്ന്. പുറത്താക്കപ്പെട്ടതാരാ? 100,000-ഓളം വരുന്ന ആദിവാസികൾ. എന്താ കാരണം? സുപ്രീം കോടതി വളരെ സത്യസന്ധമായിട്ടാണ് വിധിച്ചത് അനധികൃതമായിട്ടുള്ള ഒരു പ്രഖ്യാപിക്കാൻ. പക്ഷേ അധികൃതരാണോ അനധികൃതരാണോ എന്ന് തീരുമാനിക്കുന്ന നമ്മളുടെ പഴയ ബ്രിട്ടീഷ് സംവിധാനത്തില് രേഖകൾ കൈവശമുള്ളവൻ മാത്രമാണ് അധികൃതൻ, രേഖയില്ലാത്തവൻ അനധികൃതൻ. ഏത് ആദിവാസിയാണ് രേഖ സൂക്ഷിക്കുന്നത്, ഭൂമിക്ക് പട്ടയം വയ്ക്കുന്നത്? അവരുടെ തത്വശാസ്ത്രത്തിൽ, അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഇല്ല. അപ്പോഴാണ് ഇന്ത്യ മുഴുവനും വലിയ സമരം, നമ്മൾ മുത്തങ്ങ സമരം അടക്കമുള്ള സമരം ലോകത്തുണ്ടാവുന്നത്, ഇന്ത്യയിലുണ്ടാവുന്നത്. അതിനെ തുടർന്നിട്ടാണ് വനാവകാശ നിയമം വരുന്നത്. അപ്പോഴാണ് നമ്മൾ അന്ന് മനസ്സിലാക്കിയത് നമ്മൾ ജീവിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് ആധുനികതയുടെ സ്റ്റേറ്റും ഇങ്ങനെയുള്ള സംവിധാനങ്ങളാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. അംബേദ്കറാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയെങ്കിലും ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി നിലകൊള്ളുന്ന പല നിയമങ്ങളും 1865 തുടങ്ങി ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണ്. അത് പലതും നമ്മൾ നവീകരിച്ചിട്ടില്ല. അപ്പോൾ അതിലൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് ആദിവാസികളുടെ അവകാശങ്ങൾക്ക് രേഖയില്ല, രേഖപ്പെടുത്തിയിട്ടില്ല എന്നത്. അത്തരം ഒരു ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് 2006 വനാവകാശ നിയമം വരുന്നത്. അപ്പൊ നിയമം വളരെ സിമ്പിളായിട്ട് പറയുന്നത് പരമ്പരാഗതമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് രേഖകളാക്കി മാറ്റാം എന്ന് പറയുന്നു. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ നിയമത്തെ നോക്കി കാണുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ജനാധിപത്യപരമായിട്ടുള്ള നിയമമായിട്ടാണ് നമ്മൾ വനാവകാശ നിയമത്തെ കാണുന്നത്. അപ്പൊ ചോദിക്കും, നമ്മൾ പെസ ആക്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പോലും കുറച്ചും കൂടി ചില കാര്യങ്ങൾ പെസ ആക്ടിൽ വളരെ പോസിറ്റീവാണ്. ആ പറയുന്ന കാര്യങ്ങൾ വനാവകാശ നിയമത്തിൽ അത്ര വ്യക്തമല്ലെങ്കിൽ പോലും അധികാരത്തിന്റെ കാര്യം പറയുമ്പോൾ വനാവകാശ നിയമം ഒരുപടി മുന്നിലാണെന്ന് പറയേണ്ടി വരും. എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ ഒരു കുട്ടീൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു സാമൂഹിക അവകാശം എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കടല് കണ്ടു എന്ന് ചോദിച്ചു. ഇവിടെ കായൽ കാണുന്നുണ്ട് നമ്മൾ. ഇത് ആരുടെ കായൽ? ആരെയാണ് കായൽ? ആരാണ് ഏറ്റവും അവകാശി? ഇവിടെ എല്ലാ മത്സ്യത്തൊഴിലാളികളുടെ അവകാശമാണ്. അതൊരു വ്യക്തിയുടെ അവകാശമാണ്, അല്ല കൂട്ടായിട്ടുള്ള അവകാശം. അപ്പൊ അതേപോലെ ആദിവാസികൾക്ക് കാടുണ്ട്. ആ കാടിന്റെ വിഭവങ്ങൾ ശേഖരിക്കുന്നതിനും ആ കാടിനെ സംരക്ഷിക്കുന്നതിനും ആ കാട് കാടല്ലാതായി മാറുമ്പോൾ അതിന് അവസാന വാക്ക് പറയാനുള്ള അധികാരം ആദിവാസി ഗ്രാമസഭകൾക്ക് കൊടുത്തിരിക്കുന്നു എന്നുള്ളത്
വനാവകാശ നിയമത്തിൻ്റെ വലിയ പ്രധാനപ്പെട്ട അണികല. അതൊരു പക്ഷേ നമ്മൾ പെസയിൽ അങ്ങനെ ഇല്ല. എന്നുവെച്ചാൽ പെസയിൽ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസിനെ കുറിച്ച് പറയുന്നത്, അതായത് ചെറുകിട വനവിഭവങ്ങളിൽ, തടിയേതര വനവിഭവങ്ങളിൽ ആദിവാസികളുടെ അവകാശം പറയുന്നുണ്ടെങ്കിലും വനത്തിൻ്റെ അധികാരത്തിൽ പറയുന്നില്ല. ഒരു പക്ഷേ വനാവകാശ നിയമം ഇത്രയധികം ആക്രമിക്കപ്പെടുന്നതിനും കാരണം അത് തന്നെയാണ്. ലോകത്തിൽ ഇപ്പം നടക്കുന്നൊരു ട്രെൻഡ്, അല്ലെങ്കിൽ കൊളോണിയൽ രാജ്യങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത് നമ്മളറിയാം, എല്ലാം സ്വകാര്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്വകാര്യവൽക്കരണത്തിൽ വനവും ആദിവാസിയും വനവിഭവങ്ങളൊക്കെ പെടും. ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിലും സ്വകാര്യവൽക്കരിച്ച് കഴിഞ്ഞു. പ്ലാന്റേഷനുകളിലും സംരക്ഷിത വനപ്രദേശങ്ങൾ വരെയും സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞു. ആഫ്രിക്കയിലൊക്കെ സ്വകാര്യ കമ്പനികളാണ് വനസംരക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ആദിവാസികൾക്ക് റോളില്ല. അല്ലെങ്കിൽ വനസംരക്ഷണത്തിനുള്ള പേരിൽ ഉപയോഗിക്കുന്ന പല ആയുധങ്ങളും ആദിവാസികളെ ധ്വംസിക്കാനായിട്ട് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള കംപ്ലൈൻറ്റുകൾ സർവൈവൽ ഇന്റർനാഷണൽ അടക്കം പല കംപ്ലൈൻറ്റുകൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ സാഹചര്യത്തിൽ ഇന്ത്യയിലെയും വനത്തെ പ്രൈവറ്റൈസ് ചെയ്യാനായിട്ടുള്ള ഒരു കരട് ബില്ല് വരെയും ഓൾറെഡി തയ്യാറായി കഴിഞ്ഞു. വലിയ കമ്പനികൾ പ്ലാന്റേഷനൊക്കെ ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്തോളാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. റിലയൻസ് അടക്കമുള്ള പല കമ്പനികളും അവർ റെഡിയാണ് പ്ലാന്റേഷൻ, ഫോറസ്റ്റ് പ്ലാന്റേഷനൊക്കെ ഏറ്റെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വരുന്നൊരു ശക്തികളെ സംബന്ധിച്ചിട്ട് ഓരോ പ്രദേശത്തും ചെറിയ 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 ഗ്രാമസഭകൾക്ക് അധികാരം വരുന്നു എന്നുള്ളത് ഭയങ്കര പ്രോബ്ലമാണ്. അവരെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമാണ്. അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ വനത്തെ മുഴുവനും പ്രൈവറ്റൈസ് ചെയ്യണമെങ്കിൽ ആ ഗവൺമെൻറ്റുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയാൽ മതി. ഇപ്പം അങ്ങനെയല്ല. ആരെ ഗവൺമെൻറ്? പ്രാദേശിക ഓരോ ഊരുകൂട്ടങ്ങളും ഗവൺമെൻറ്റാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ അവർ സമ്മതിക്കണം. അവരെങ്ങനെ സമ്മതിക്കണം? വനാവകാശം നീ പറയുന്ന ഒരു തീരുമാനമാവണമെങ്കിൽ ആ ഗ്രാമസഭയിൽ അംഗങ്ങളായിട്ടുള്ള 50% കൂടുതൽ ആളുകൾ എഗ്രി ചെയ്യണം. ഇപ്പം നമ്മൾ പഞ്ചായത്ത് രാജ് ആക്ട് കേരളത്തിലൊക്കെ അത് ഗ്രാമസഭ കൂടാൻ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഗ്രാമസഭയിലെ 10% ആൾക്കാരുണ്ടെങ്കിൽ ഗ്രാമസഭ കൂടുകയും ആ കൂടിയ ആളുകളുടെ ഭൂരിപക്ഷത്തിൽ തീരുമാനം എടുക്കാമെന്നാണ്, അല്ലേ? അങ്ങനെയാണ്. കൂടിയ ആളുടെ 10% ആളെ സംഘടിപ്പിക്കുക എൻ്റെ പാർട്ടിക്കാരായാലും മതി, എൻ്റെ വീട്ടുകാരായാലും മതി. അപ്പം നമ്മൾ തീരുമാനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു പോകും. പക്ഷെ വനാവകാശ നിയമത്തിൽ കൃത്യമായി പറയുന്നത് ഊരിലിപ്പോൾ 100 വീട്ടുകാരുണ്ട്, അല്ലെങ്കിൽ 250 ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 200 ആളുകളുണ്ടെങ്കിൽ 100 ആള്, അതായത് 50-ൽ കൂടുതൽ ആളുകളുടെ തീരുമാനമുണ്ടെങ്കിലേ വാലിഡ് ആയിട്ടുള്ള റെസൊല്യൂഷൻ ആവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകും, ഇങ്ങനെയൊക്കെ വന്നെങ്കിൽ ഇത് എവിടെയെങ്കിലും ഇത് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. അതിലൊന്ന് ഈ ഒറീസയിലെ നിയംഗിരി മൈനിങ്ങിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവുന്നേ വരും. പത്രവാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നൊരു കാര്യമാണ്. ഒറീസയിൽ നിയംഗിരി ഡിസ്ട്രിക്റ്റിൽ അവിടുത്തെ കാട് മുഴുവനും വലിയൊരു ഏരിയ, ഏകദേശം നമ്മളുടെ ഇവിടുത്തെ ഒരു ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഒക്കെ ഒരു ഏരിയ വരും. അത്രയും ഏരിയ 40,000 ഹെക്ടറിനടുത്ത് സ്ഥലം മൈനിങ്ങിന് വേദാന്ത ഗ്രൂപ്പിന് കൊടുക്കാൻ വേണ്ടിയിട്ട് 2007 മുതലും ആപ്ലിക്കേഷൻ വന്ന് 9-ൽ തീരുമാനമായി. ഗവൺമെൻറ് തീരുമാനം കൊടുക്കുകയാണ്. പക്ഷേ വനാവകാശ നിയമത്തിന് മുമ്പ് ഒരു ഫോറസ്റ്റ്, ഒരു നോൺ ഫോറസ്റ്റ് വനമല്ലാത്തൊരു കാര്യത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിക്ക് കൊടുക്കണമെങ്കിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുവാദം വേണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം, ജയറാം രമേശ് ഒക്കെ മന്ത്രിയായിരുന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുവാദം വേണം. അവർ അനുവാദം കൊടുത്തു. പക്ഷെ 2006 വനാവകാശ നിയമത്തിലെ വകുപ്പ് 4-ൽ പറയുന്നത് ഗോത്ര ഗ്രാമസഭകളുടെ അനുവാദം വേണം. അപ്പോൾ ഗ്രാമസഭകളെല്ലാം കൂടി കോടതി പോയി. 2013 നല്ല നിയംഗിരിയുടെ ഒരു ജഡ്ജ്മെന്റ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നു. അതിൽ പറഞ്ഞു കൃത്യമായിട്ട് ഗോത്ര ഗ്രാമസഭകൾക്ക് അധികാരമുള്ള പ്രദേശങ്ങളായതുകൊണ്ട് അവരുടെ അനുവാദമില്ലാതെ കൈമാറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഞാനൊക്കെ വളരെ നിർണായകമായിട്ടുള്ളൊരു വിധിയായിട്ടാണ് കണക്കാക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് വന്ന പേരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ്. അതിൽ മറുപടിയായിട്ട് ഗവൺമെന്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ പല ഈ പറയുന്ന ഗോത്ര ഗ്രാമസഭകളൊന്നും തന്നെ അപേക്ഷിച്ചിട്ടില്ല അവകാശത്തിന്. അപ്പോൾ അവർക്ക് അവകാശമില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ അഫിഡവിറ്റ് അങ്ങനെയായിരുന്നു. അപ്പോൾ സുപ്രീം കോടതി നിരീക്ഷിച്ചത് വനാവകാശ നിയമം എന്ന് പറയുന്നത് നിലവിലുള്ള അവകാശത്തെ അംഗീകരിക്കലാണ്, അല്ലാതെ പുതിയൊരു അവകാശത്തെ കൊടുക്കലല്ല. അപ്പം അവകാശം അവിടെ ഉണ്ട്. അപേക്ഷ വെച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് പ്രസക്തിയല്ല. അപേക്ഷ എന്ന് വെക്കുന്നു അപ്പം രേഖ കിട്ടും, പക്ഷെ അവകാശം നിലവിലുണ്ട്. അതുകൊണ്ട് ഇതൊരു പുതിയ അവകാശം, അല്ലെങ്കിൽ അവകാശം അപേക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവകാശമില്ല എന്ന് പറയാൻ പറ്റില്ല എന്നും അങ്ങനെ വിധി അന്തിമമായിട്ട് തീർപ്പാക്കുകയും ചെയ്യാണ്.
അപ്പൊ ആ വിധി വളരെ ഫേമസ് ആയിരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ജീവനും ഇതൊക്കെ കൊടുക്കുന്ന ഒരു വിധിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടെയും പറയുന്നത്, ഇപ്പൊ വനാവകാശ നിയമത്തിൽ ഭൂമിയുടെ അവകാശത്തെ കുറിച്ചാണ് കൂടുതൽ ചർച്ചകൾ നടക്കുന്നത്. അത് ഗവൺമെന്റ് ആയാലും ആദിവാസി സംഘടനകളായാലും ഇന്ത്യ മൊത്തത്ത് ആയാലും. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എപ്പോഴും നോക്കിക്കാണുന്നത്, വനാവകാശ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഗ്രാമസഭകൾക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് തന്നെയാണ്. അതിൽ വേറെ സംശയമൊന്നുമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും കാതലമായിട്ടുള്ള കാര്യം. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് പെസ നടപ്പിലാവാത്തത് കൊണ്ട് ഒരു പകുതി പെസ നടപ്പിലാക്കി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ഗ്രാമസഭകളെ കേരളത്തിലുള്ള എല്ലാ ആദിവാസി ഊരുകളും, പ്രത്യേകിച്ച് വനവുമായി ചേർന്ന് കിടക്കുന്ന എല്ലാ ആദിവാസി ഊരുകൾക്കും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള പദവി കൊടുത്ത് അത് സ്റ്റേറ്റിന്റെ ഭാഗമായി, അങ്ങനെയും കൂടി നമ്മൾ പറയണമല്ലോ. നമുക്ക് സ്വയംഭരണം കിട്ടിയെന്ന് പറയുമ്പോൾ വി ബിക്കേം ദ സ്റ്റേറ്റ് അല്ലേ, നമ്മൾ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ആ സ്റ്റേറ്റായിട്ട് ആദിവാസി ഊരുകളെ ലിസ്റ്റ് ചെയ്ത് അതിലുള്ള ഒരു 15ഓളം ആളുകളെ അതിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള FRC കമ്മിറ്റി എന്നും പറഞ്ഞ് തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നു. അത്ര അധികാരം കയ്യിലുണ്ട്. അപ്പോൾ പ്രശ്നം വീണ്ടും ചരിത്രപരമായിട്ടുള്ള, അതായത് വനാവകാശ നിയമത്തിൻ്റെ പ്രിയാമ്പിളിൽ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇന്ത്യയിലെ ആദിവാസികളോട് നമ്മൾ ചരിത്രപരമായിട്ടുള്ള ഒരു അനീതി ചെയ്തു. ആര്? ഇന്ത്യ ഗവൺമെന്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ആ അനീതിക്ക് പകരം വെക്കാനാണ് നിയമം എന്ന് പറഞ്ഞിട്ടാണ് പ്രിയാമ്പിളിൽ വരുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പൊ വേറെ ഏത് നിയമം നമ്മൾ വായിച്ചു നോക്കിയാലും, ഇപ്പൊ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് വായിച്ചു നോക്കുക, ഒക്കെ വായിച്ചു നോക്കിയാലും അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രാദേശിക ജനങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് വനത്തെ പരിപാലിക്കാൻ പറ്റില്ല, അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇതിൽ അധികാരം കൊടുത്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഗവൺമെന്റിൻ്റെതാണ് എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. പക്ഷെ ഇത് നേരെ തിരിച്ച്, ശരിക്കും നമ്മൾ എങ്ങനെയാണോ ഒരു ഗ്രാമസ്വരാജ് അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മൾ യഥാർത്ഥ ജനാധിപത്യം എന്നുള്ള തലത്തിലേക്ക് ഇത് മാറുകയാണ്. അതായത് പ്രാദേശികമായിട്ടുള്ള ഊരുകൂട്ടങ്ങൾക്ക് അല്ലെങ്കിൽ ജനകീയ സംവിധാനങ്ങൾക്ക്, പ്രകൃതിപരമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് ഈ അധികാരം കൊടുക്കുന്നു. അപ്പൊ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. പലരും എന്നോട് ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇതിനെ കേരളത്തിലെ ഒരു ജനാധിപത്യ പ്രക്രിയയുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ ഞാൻ പറയണത്, ഇത് ആദിവാസിക്ക് വേണ്ടി മാത്രം കിട്ടേണ്ട അധികാരമല്ല. ഒരു പക്ഷേ പണ്ട് നമ്മളുടെ പാടശേഖരങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവകാശം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയുള്ള ദളിതർക്കൊന്നും പാടശേഖരങ്ങളും നഷ്ടപ്പെടില്ലായിരുന്നു, ദളിതർക്ക് അവരുടെ അവകാശങ്ങളും നഷ്ടപ്പെടില്ലായിരുന്നു. എന്ന് വെച്ചാൽ പാടശേഖരങ്ങളെ സാമൂഹിക മേഖലയായിട്ട് നമ്മൾ കണ്ടില്ല. സാമൂഹിക മേഖലയായിട്ട് കണ്ടിരുന്നെങ്കിൽ, അത് സാമൂഹിക അവകാശമായിട്ട് നിലനിർത്തിയിരുന്നെങ്കിൽ കേരളത്തിലെ ദളിതരുടെ ഗ്രാമസഭകളുടെ വലിയ ഊരുകൂട്ടങ്ങളുടെ അധികാരത്തിന്റെ കേന്ദ്രമായത് മാറിയാന് കേരളത്തിലെ പാടശേഖരങ്ങളൊന്നും നശിക്കപ്പെടില്ലായിരുന്നു. അതേപോലെ തന്നെയാണ് കായലും. അപ്പൊ ഇത് വനവാസികൾക്ക് അപ്പുറത്തേക്ക് കേരളത്തിലെ എല്ലാ ആവാസ വ്യവസ്ഥാ മനുഷ്യർക്കും, തീരവാസികൾക്കും, അതുപോട്ടെ പട്ടണത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഗ്രാമത്തിൽ താമസിക്കുന്ന ഞങ്ങൾക്കും വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് നമ്മളൊരു സുഹൃത്ത് ആദിവാസി പറയണം, 5 സെന്റ് പട്ടയം നിങ്ങൾ നമുക്ക് തരുമ്പോൾ, ബഷീറിന്റെ ഭാഷ കടമെടുത്ത് പറയാം, ഈ അണ്ടകടാഹം മുഴുവനിലുള്ള എൻ്റെ അവകാശത്തെ നിങ്ങൾ 5 സെന്റിലേക്ക് ഒതുക്കുകയല്ലേ എന്നുള്ളൊരു ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ട്. 5 സെന്റിൽ അവകാശ പട്ടയം നിങ്ങൾ എനിക്ക് തരുമ്പോൾ ഈ അണ്ടകടാഹം മുഴുവനുള്ള എൻ്റെ അധികാരത്തെ, എൻ്റെ അവകാശത്തെ നിങ്ങൾ 5 സെന്റിലേക്ക് ചുരുക്കി ഒഴിവാക്കുകയല്ലേ ചെയ്തത്. അപ്പം ഞാൻ വനാവകാശത്തിൻ്റെ ഒരു ക്ലാസ് ഒരു സ്ഥലത്ത് ഉദ്യോഗസ്ഥർക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വണ്ടിയിൽ വരികയാണ്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഒന്നും കൂടെ ഒന്ന് ഈ സാമൂഹിക അവകാശം ഒന്ന് ക്ലാരിഫൈ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പോകുന്നത് നമ്മളുടെ ഭാരതപ്പുഴ മുകളിലുള്ള പാലത്തിൻ്റെ മുകളിൽ. അപ്പം ഞാൻ തൊട്ട് താഴേക്ക് നോക്കിയപ്പോൾ നല്ല വിശാലമായ മണൽ, ആൾക്കാർ കുളിക്കുന്നു, ചിലർ ചൂണ്ടിയിടുന്നു, ചിലർ കാലി മേയുന്നു, ചിലർ അലക്കുന്നു, കുളിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ 10 സെന്റിലെ അധികാരം മാത്രം മതിയോ? പുഴയിൽ കുളിക്കാനുള്ള അവകാശം വേണ്ടേ? പുഴയിൽ കുളിക്കാനുള്ള അവകാശം വേണ്ടേ? കടലിൽ പോയി നീന്തണ്ടേ? ഇതിനൊക്കെ ഉള്ള അവകാശം വേണ്ടേ? കാലി മേയ്ക്കണ്ടേ? കൃഷി ചെയ്യണ്ടേ? വെള്ളത്തിൽ അവകാശം വേണ്ടേ? ഇത് തന്നെയാണ് സാമൂഹിക അവകാശം. നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ളൊരു അവകാശം, ഭൂമിയിലുള്ള അവകാശം എന്ന് പറയുന്ന വിക്ടോറിയൻ, ഞാൻ നേരത്തെ പറഞ്ഞ ആധുനിക മനുഷ്യന്റെ ഭൂമിയെ കീറിമറിക്കുന്ന ഒരു സ്വഭാവത്തിലുള്ള ഒരു വകുപ്പെടുത്ത് ഒഴിവാക്കിയാൽ ബാക്കി മുഴുവനും വനാവകാശ നിയമം എന്ന് പറയുന്നത്, അതിൽ 13 വകുപ്പുകൾ വേറെ പറയുന്നുണ്ട്, 13 പിന്നെ അതിൻ്റെ ഇരട്ടിയുണ്ട്. അതൊക്കെ തന്നെ സാമൂഹിക അവകാശത്തിൽ, അതായത് ആദിവാസി അല്ലെങ്കിൽ ദളിതന്റെയും
ആവാസ വ്യവസ്ഥ മനുഷ്യരുടെയും ഒരു തത്വ സംഹിതയിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ളതെന്ന് പറയേണ്ടി വരും നമ്മൾ. അതിൽ ഈ ഒരു വകുപ്പ് മാത്രമാണ്, അതായത് വനാവകാശ നിയമത്തിലെ ആദ്യത്തെ വകുപ്പ് സെക്ഷൻ 3(1)A എന്ന് പറയുന്നത് മാത്രമാണ് ഒരു വ്യക്തിക്ക് അയാളുടെ ഭൂമിയിലുള്ള അവകാശം കൊടുക്കുന്നത് എന്ന് പറയുന്നത്. ബാക്കി എല്ലാം തന്നെ സാമൂഹികമായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു നിയമം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും, അങ്ങനെ ഒരു നിയമം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അതായത് 99% ഗോത്ര ഫിലോസഫിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയമം ഇന്ത്യയിൽ. പക്ഷെ എന്തുകൊണ്ട് അത് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ 1-2 കാര്യങ്ങളിലേക്കും കൂടി ഒന്നുകൂടെ വിശദമാക്കാം. അപ്പോൾ വനാവകാശ നിയമത്തിൽ പറയുന്ന ഒന്ന്, വളരെ പ്രാദേശികമായിട്ടുള്ള ഗ്രാമസഭകൾക്ക് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് സാധാരണ നമുക്ക് പല നിയമങ്ങൾ വന്ന് ഭൂമിയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അപേക്ഷയായിട്ട് ഉദ്യോഗസ്ഥരുടെ അടുത്ത് പോകും, അത് കിട്ടണം, അങ്ങനെയാണ്. പക്ഷെ വനാവകാശ നിയമത്തിൽ പറയുന്ന അങ്ങനെയല്ല. ഇതൊരു ഊരുകൂട്ടമാണെങ്കിൽ ഇവിടെ നമ്മൾ കൂടിച്ചേർന്നിട്ട് നമ്മൾ തീരുമാനം എടുക്കുകയാണ്. ഊരുകൂട്ടത്തിൻ്റെ ഡിക്ലറേഷനെ ബേസ് ചെയ്ത് പ്രമേയത്തെ അംഗീകരിച്ചിട്ടാണ് അത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലേക്കൊന്നും പോകണ്ട, ജില്ലാ തലത്തിൽ 3 ഉദ്യോഗസ്ഥർക്ക് ഒപ്പിട്ട് കൊടുക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്. ഗ്രാമസഭ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഭൂമിയുടെ പട്ടയം കളക്ടറും DFOയും ട്രൈബൽ ഓഫീസറും കൂടി സൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ഗ്രാമസഭ തീരുമാനം എടുക്കാത്തൊരു കാര്യത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ഗ്രാമസഭ എടുത്ത തീരുമാനം തെറ്റാണ് അല്ലെങ്കിൽ നിയമപരമല്ലെങ്കിൽ തിരുത്താൻ അവർക്ക് അധികാരം കൊടുത്തിട്ടില്ല. മറിച്ച് അവരെന്ത് ചെയ്യണം? ഗ്രാമസഭയ്ക്ക് ഒരു ഉപദേശം കൊടുക്കണം. നിങ്ങൾ എടുത്തതിൽ ഇന്ന പ്രശ്നമുണ്ട്, അപ്പൊ രണ്ടാമത് ഗ്രാമസഭ തീരുമാനം എടുത്ത് അങ്ങനെ വളരെ ശക്തമായിട്ടും കൃത്യമായിട്ടും ഊരുകൂട്ടത്തിന് വളരെ ശക്തമായിട്ടുള്ള അധികാരം കൊടുത്തിരിക്കുന്നു. അതിലൊരു അധികാരത്തെ പൂർണ്ണമാകുന്നത് സോഷ്യൽ സയന്റിസ്റ്റുകളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു അവകാശം പൂർണ്ണമാകുന്നത് എപ്പോഴാണെന്നറിയോ? വേറൊരാളെ അത് നശിപ്പിക്കുന്നതിൽ വിലക്കാനുള്ള അധികാരം കൂടി കിട്ടുമ്പോഴാണ്. അപ്പോഴാണ് അവകാശം പൂർണ്ണമാകുന്നത്. ശരിയാണോ? ഈ നമ്മളുടെ റവന്യൂ പട്ടയം ശരിക്കും പറഞ്ഞാൽ പൂർണ്ണ അവകാശമല്ല. ഇപ്പൊ വനാവകാശ നിയമപ്രകാരം കിട്ടുന്ന ഭൂമിക്ക് ടാക്സ് അടയ്ക്കേണ്ടതില്ല, ടാക്സ് എക്സംപ്റ്റഡ് ആണ്. എന്താ കാരണം? നിങ്ങളാണ് അതിൻ്റെ അവകാശി. ഇനി നിങ്ങളുടെ ഊരാണ് അതിൻ്റെ അവകാശി, നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട. പക്ഷെ റവന്യൂ ഭൂമിയോ? ഇപ്പൊ എനിക്ക് 8 സെന്റ് സ്ഥലമാണുള്ളത്. ആ 8 സെന്റ് സ്ഥലത്ത് ഞാൻ ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഭൂമി ആരുടെ? ഗവൺമെന്റിന്റെയാണ്. ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ചിട്ട് 2013 അമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഗവൺമെന്റിന് എപ്പോൾ വേണമെങ്കിലും ഒരു ദേശീയപാത വരുമ്പോഴോ എന്ത് വേണമെങ്കിലും ആ ഭൂമി ഏറ്റെടുക്കാം. ഇപ്പൊ നമ്മളിവിടെ കാണുന്നതാണ്, വല്ലാർപാടായാലും എവിടെയാലും കാണുന്നതാണ്. പക്ഷേ വനാവകാശ നിയമത്തിൽ ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥിതിക്ക് കേരളത്തിലെ ഇന്ത്യയിലെ ആദിവാസികൾ ഉൾക്കൊള്ളുന്ന ഒരു ഭൂമി ആളുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ അല്ലെങ്കിലും നിയമപരമായിട്ട് അവരുടെ സമ്മതത്തോടെ അല്ലാതെ കൈമാറാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു നിയമം അത് വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ആ ഗ്രാമസഭയ്ക്ക് ഇത്രയ്ക്ക് അധികാരത്തെ കൊടുത്തിരിക്കുന്നു. അത് പക്ഷേ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് വനാവകാശ നിയമത്തിന്റെ ഏറ്റവും ചെറിയ, അതായത് ആധുനികതയുടെ പതിപ്പ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ പതിപ്പ് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് അവകാശം കൊടുക്കുന്ന ഒരു കാര്യത്തിൽ മാത്രം നിന്നിട്ടാണ് ഇന്ത്യയിലുള്ള ചർച്ച മുഴുവൻ നടക്കുന്നത്, കേരളത്തിലുള്ള ചർച്ച മുഴുവൻ നടക്കുന്നത്. ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾ ഇത്ര വനാവകാശം നടപ്പിലാക്കിയെന്ന് പറയുന്നത് ഈ വന്ന അപേക്ഷകള് ഭൂമിയുടെ പട്ടയത്തിനുള്ള അപേക്ഷയുടെ തീർപ്പ് കൊടുത്തു എന്നുള്ള ഒറ്റ കാര്യത്തിൽ മാത്രമാണ്. ബാക്കി ഒന്നും നമ്മൾ ഇതുവരെ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. അല്ലെങ്കിൽ കയ്യിലൊരു ആയുധം കിട്ടി, നമ്മളത് പ്രയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ വേറെ ഒന്നുകൂടെ സൂചിപ്പിച്ചിട്ട് അതിലേക്ക് ഒന്നുകൂടെ വരാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അവകാശം പൂർണ്ണമാവുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. പൂർണ്ണമാവണമെങ്കിൽ മറ്റൊരാളെ വിലക്കാനും കൂടി നമുക്ക് അവകാശം ഉണ്ടാവണം, എന്നാലും പൂർണ്ണമാവുള്ളൂ. അല്ലെങ്കിൽ പൂർണ്ണമല്ല അവകാശം. അപ്പൊ ശരിക്കും പൂർണ്ണമായൊരു ഭൂമി അധികാരം എന്ന് പറയുന്നത് ആ തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഒരു ഫേമസ് ആയിട്ടുള്ള സോഷ്യൽ സയന്റിസ്റ്റ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ അവകാശം പൂർണ്ണമാവണമെങ്കിൽ ആ അവകാശപ്പെട്ട സ്ഥലത്ത്, അത് വ്യക്തിപരമായ അവകാശം ഞാൻ പറയുന്നില്ല, എന്ന് വെച്ചാൽ സാമൂഹികമാവട്ടെ എന്താവട്ടെ, അവിടെ അതിന് നാശം വരുത്തുന്ന ഒരു പ്രവൃത്തി ഒരാൾ ചെയ്യാൻ തുനിയുകയാണെങ്കിൽ അയാളെ തടയാനുള്ള അധികാരം നിങ്ങൾക്ക് കിട്ടുമ്പോഴേ, അത് ഗവൺമെന്റ് ആവട്ടെ ആരാവട്ടെ, അതിനെ തടയാനുള്ള ആത്യന്തികമായ അധികാരം നിങ്ങൾക്ക് കിട്ടുമ്പോഴേ ആ പ്രോപ്പർട്ടി റൈറ്റ് എന്താവുള്ളൂ? പൂർണ്ണമായിട്ടുള്ളൊരു അവകാശമാവുള്ളൂ. അല്ലാത്തടത്തോളം അതൊരു പൂർണ്ണ അവകാശമല്ല.
അപ്പൊ അത്തരത്തിലുള്ള പൂർണ്ണ അവകാശം വരുന്നത് വനാവകാശ നിയമത്തിലാണ്. വേറൊരു നിയമത്തിൽ എനിക്ക് ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ട്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഷെഡ്യൂൾഡ് ഏരിയകളിൽ ഒക്കെ നിയമം ഉണ്ടെങ്കിലും, പക്ഷെ അതിനെ മറികടക്കുന്ന അല്ലെങ്കിൽ അതിലുള്ള ചില പരിമിതികളെ മറികടക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട്, അതുകൊണ്ടാണല്ലോ ഷെഡ്യൂൾഡ് ഏരിയകളിൽ ഇപ്പോഴും കൽക്കരി ഖനനവും ഒക്കെ നടക്കുന്നത്, അല്ലേ? എന്നുവെച്ചാൽ മൈനർ മിനറൽസിലാണ് പെസയിൽ നമുക്ക് അവകാശമുള്ളൂ, ചെറിയ മിനറലുകൾ, ചെറിയ കോറി അങ്ങനെ. ആ സമയം കൽക്കരി പോലുള്ള വലിയ ഇത് ആരുടെയാണ്? സെൻട്രൽ ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. ഭൂമിക്ക് നമുക്ക് അവകാശം ഉണ്ടെങ്കിലും അപ്പൊ അത് മൈൻ ചെയ്യാനായിട്ട് മൈനിങ് ആക്ട് പ്രകാരം ഗവൺമെന്റിന് അനുവാദം കൊടുക്കാം, കമ്പനികൾക്ക് വരാം, മൈൻ ചെയ്യാം. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് നിയമം തമ്മിൽ കോൺഫ്ലിക്റ്റാണ്. പക്ഷെ വനാവകാശ നിയമത്തിലൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഗുണമെന്ന് പറയുന്നത്, ആ വനത്തിന്റെ മുകളിലുള്ള അവകാശം മാത്രമല്ല, ആ വനമല്ലാതാക്കി മാറ്റുമ്പോൾ, ഞാനതാ പറഞ്ഞേ, ഒരു പ്രോപ്പർട്ടിയെ അതല്ലാതാക്കി മാറ്റുമ്പോൾ അത് തടയാനുള്ള അവകാശം തരുന്നു, പൂർണ്ണമായിട്ടുള്ള അവകാശം തരുന്നു. ആ വനമല്ലാതായി മാറാൻ, അല്ലെങ്കിൽ കായലല്ലാതെ മാറാനായിട്ടൊരു അവകാശം കിട്ടുക എന്ന് പറയുന്നത്, അതില് അവസാന തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് എന്നുള്ള അവകാശം വന്നു. അപ്പൊ അത് വന്നപ്പോഴാണ് നിയമഗിരിയിലെ മൈനിങ് നമുക്ക് തടയാൻ പറ്റിയത്. അല്ലെങ്കിൽ തടയാൻ പറ്റില്ലായിരുന്നു. എന്നുവെച്ചാൽ കാട് വെട്ടിയിട്ട് വേണ്ടേ കാടിന്റെ അടിയിൽ നിന്ന് കുഴിച്ച് മൈൻ ചെയ്ത് ഇതെടുക്കാനായിട്ട്. പക്ഷെ കാടല്ലാതാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ ഗ്രാമസഭയുടെ അധികാരം വേണം. അപ്പോൾ അത്തരത്തില് പിന്നെ അത് കൂടാതെ അതിനെ വ്യക്തിപരമായ അവകാശമെന്നും സാമൂഹിക അവകാശമെന്നും വളരെ വികസന അവകാശം 3 ബ്രോഡ് കാറ്റഗറി ആയിട്ടാണ് നിയമത്തിൽ പ്രതിപാദിക്കുന്നത്. വ്യക്തിപരമായ അവകാശം നമ്മൾ ഉദ്ദേശിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സ്വന്തമായ ഭൂമിയിൽ ഉള്ള ആ ഭൂമിയിലെ ആളുടെ പേരിൽ ഒരു പട്ടയം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് കാര്യം പറയുന്നത്. സാമൂഹിക അവകാശങ്ങൾ ഏകദേശം 12ഓളം ഐറ്റം തുടർന്ന് പറയുന്നുണ്ട്. അത് പൊതുവായിട്ടുള്ളത്, അത് വ്യക്തിക്കല്ല, ഒരു കൂട്ടത്തിനാണ് അതിൻ്റെ അധികാരം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം മത്സ്യം, വനമേഖലയിലെ ജലാശയങ്ങളിൽ നിന്ന് പുഴകളിൽ നിന്നൊക്കെ മത്സ്യം പിടിക്കുന്നതിനും മത്സ്യം കൈകാര്യം ചെയ്യുന്നുള്ള അവകാശം ആർക്കാണ്? അത് ആദിവാസി ഗോത്ര ഗ്രാമസഭകൾക്കാണ്. പൂർണ്ണമായിട്ട് അതിൻ്റെ അവകാശം കൊടുത്തിരിക്കുകയാണ്. അതിലുമുണ്ട് അപ്പോൾ ആ അവകാശമുള്ളൊരു മേഖലയിൽ നാളെ ആ പുഴയെ നശിപ്പിക്കുന്ന ഒരു പദ്ധതി, ഇപ്പോൾ ഉദാഹരണത്തിന് അതിരപ്പള്ളി പദ്ധതി ഇപ്പം നിൽക്കുന്നത് എവിടെയാണ്? ഗ്രാമസഭയുടെ ഈ വനാവകാശം അവിടെ നമ്മൾ നടപ്പിലാക്കിയുകൊണ്ട് ഇപ്പൊ അവിടെ അധികാരം ഉള്ളത് കൊണ്ട് ഗ്രാമസഭയുടെ പ്രമേയത്തിലാണ് ഇപ്പൊ അതിരപ്പള്ളി പദ്ധതി ശരിക്കും നിൽക്കുന്നത്. നമുക്ക് പുറമെ കാണുന്ന കഥകളൊന്നുമല്ല, നിയമപരമായിട്ട് നിൽക്കുന്നത് അവിടെയാണ്. ഇതിൽ ആ പുഴയല്ലാതാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തി നടത്തുമ്പോൾ ഗ്രാമസഭയുടെ അനുവാദം വേണം. ഇനി വനവിഭവങ്ങൾ സെക്ഷൻ 3(1)(c) കൃത്യമായിട്ട് പറയുന്നത് എല്ലാ വനവിഭവങ്ങളിലും അതിൽ വളരെ വിപ്ലവകരമായിട്ട് മുളയെയും വനവിഭവമായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് 2006 വനാവകാശ നിയമം പറയുന്നത്. അതുവരെ മുള എന്തായിരുന്നില്ല? വനവിഭവം ആയിരുന്നില്ല. മാവൂർ ഗോളിയോർ റൈൻസ് പൂട്ടിപ്പോകുന്ന സമയത്ത് വരെ ഗോളിയോർ റൈൻസിന് 1 ടൺ മുള സർക്കാർ ഇൻഡസ്ട്രിയുടെ പ്രലോഭനത്തിന് വേണ്ടി കൊടുത്തിരുന്നത് 10 രൂപയ്ക്കാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, നിങ്ങളുടെ സമുദായങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും നെയ്യാനായിട്ട് ഈറ്റയോ മുളയോ വേണമെങ്കിൽ അതിന് നമ്മൾ എത്ര രൂപ കൊടുക്കേണ്ടി വരുന്നുണ്ടെന്നുള്ളത് അറിയാം. ഇനി ആദിവാസിയാണെങ്കിലും, ആദിവാസി വയനാട്ടിൽ നിന്നൊക്കെയുള്ള നമ്മൾ കുട്ടികളുണ്ട് ഇവിടെ, അവർക്കറിയാം അവരെത്രമാത്രം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് മുള വെട്ടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ഒരു മുള എടുക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ചിലർ ഓർക്കുന്നുണ്ടാവും, അന്നത്തെ പരിസ്ഥിതി മന്ത്രിയായിട്ടുള്ള ജയറാം രമേശ് ഒരു വിപ്ലവകരമായൊരു കാര്യം ആ സമയത്ത് ചെയ്യുകയും ചെയ്തു. എന്നുവെച്ചാൽ ഈ നിയമമൊക്കെ വന്നെങ്കിലും ആദിവാസികൾ മുള വെട്ടിക്കഴിഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കുന്ന ഒരു നടപടി ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ജയറാം രമേശ് ഒരു ദിവസം ഒറീസയിൽ പോയിട്ട് വെട്ടിയ മുള കാശ് കൊടുത്തുകൊണ്ട് വാങ്ങി ആദിവാസിയിൽ നിന്ന്. അത് അന്ന് പരിസ്ഥിതി മന്ത്രിയായിരിക്കും, അത് ഓർക്കണം നമ്മൾ. പരിസ്ഥിതി മന്ത്രിയാണ് പോയിട്ട് ആദിവാസിയിൽ നിന്ന് വനാവകാശ നിയമപ്രകാരം മുള ഇപ്പോൾ എന്താണ്? ടിമ്പറല്ല, തടിയല്ല, വനവിഭവമാണ് എന്നുള്ളത്. അത് ഒന്നും കൂടി നമ്മൾ വിശാലമായി പരിശോധിക്കുകയാണെങ്കിൽ വനവിഭവങ്ങളെല്ലാം തന്നെ അതിൻ്റെ ആ നിയമത്തിൽ എഴുതിയിരിക്കുന്നു. പ്രോപ്പർട്ടി റൈറ്റ് അടക്കം ഉടമസ്ഥാവകാശം പറയുന്നുള്ളൂ. ഉടമസ്ഥാവകാശം, ശേഖരിക്കാനുള്ള അവകാശം, വിപണനം ചെയ്യാനുള്ള അവകാശം, മൂല്യവർദ്ധനം നടത്താനുള്ള അവകാശം, അത് കൊണ്ടുപോകുന്നു. ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് ആളുകൾ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ട്രാൻസിറ്റ് പെർമിറ്റ് കൊടുക്കാനുള്ള അവകാശം വരെ ഗ്രാമസഭയ്ക്ക് വെച്ചേക്കാം. പക്ഷേ ഇതൊന്നും ഇപ്പോഴും നടപ്പിലായിട്ടില്ല. ഇപ്പോഴും എന്താണ്, ബാംബു കോർപ്പറേഷനും HNL ഒക്കെയാണ് മുള വെട്ടിക്കൊണ്ടുപോകുന്നത്. കൺവീനർ സിസ്റ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോഴും ട്രാൻസിറ്റ് പെർമിറ്റ് ഒരു ഗ്രാമസഭയ്ക്ക് പോലും കൊടുക്കാനായിട്ട് ആ ട്രാൻസിറ്റ് പെർമിറ്റ് കൈമാറാനായിട്ട് കേരളത്തിൽ പറ്റിയിട്ടില്ല. പക്ഷെ കേരളത്തിന് പുറത്ത് മഹാരാഷ്ട്രയിലൊക്കെ ഗംഭീരമായിട്ടുമുള്ള ആളുകൾ കൃഷി ചെയ്യുകയും അത് ശേഖരിക്കുകയും വിപണനം ചെയ്യുകയും അതിൽ നിന്ന് ഗ്രാമസഭകളൊക്കെ വളരെയധികം ധനികരായി മാറുകയും പാവപ്പെട്ട ഗ്രാമസഭകളെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് അവർ പണം കൊടുക്കുകയും വരെ ചെയ്ത സാഹചര്യങ്ങൾ മഹാരാഷ്ട്ര ബെൽറ്റിലുണ്ട്. അവിടെ തന്നെയാണ് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കാണുന്നത്. അവിടെ കുറേ കൽക്കരി ഉണ്ട്, അതിനുള്ള ചില ഇൻഡസ്ട്രീസ് അവിടേക്ക് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഗ്രാമസഭ നമ്മളുടെ വനാവകാശ പ്രവർത്തകരൊക്കെ ഇപ്പോൾ മാവോയിസ്റ്റുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ മാവോയിസ്റ്റ് മാറുന്നല്ല, ഈ പ്രവർത്തിക്കുന്ന ആളുകളെ മുഴുവൻ ഇപ്പോൾ അങ്ങനെ ബ്രാൻഡ് ചെയ്യുന്നൊരു നമ്മൾ അടുത്ത കാലത്ത് മഹാരാഷ്ട്ര ബെൽറ്റിൽ നിന്ന് കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ബേസിക്കലി ഇന്ത്യയിൽ വലിയ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ വലിയൊരു പണം ഇടപാട് നടക്കുന്ന ഒരു കാര്യങ്ങളാണ് ഈ വനവിഭവങ്ങൾ. അതിൽ ഉദാഹരണത്തിന് ഇപ്പോൾ BDL നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? BDL ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു വനവിഭവമാണ്. ഈ ഡയസ്പെറോസ് മെല്ലോസൈലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാട്ടിലൊരു മരം, അതിൻ്റെ ഇല എടുത്തിട്ടാണ് നമ്മൾ സൈലന്റ് വാലിയിലൊക്കെ അതിന് തുല്യമായിട്ടുള്ള ചില മരങ്ങളുണ്ട്, ഈ കരിമരത്തിൻ്റെയൊക്കെ പോലത്തെ. അതിൻ്റെ ഇല എടുത്തിട്ട് അതൊരു സീസണാണ്. ഒരു സീസണിൽ ആദിവാസികൾ എല്ലാവരും കാട്ടിപ്പോവും, അവർ ഭയങ്കര തോതിൽ ഇല ശേഖരിക്കും, അത് കോൺട്രാക്ടർമാർ കളക്ട് ചെയ്യും, വലിയ വലിയ ലോഡുകളിലായിട്ട് പോകും. ഇതാണ് ചെയ്തിരുന്നത്. ഇപ്പൊ പക്ഷെ അതിന്റെ പൂർണ്ണ അവകാശം ഗ്രാമസഭകൾക്ക് വന്നതോടുകൂടി ഗ്രാമസഭകൾ അത് ചെയ്യാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നു. അതുമാത്രമല്ല, കുറേ രസകരമായ അനുഭവങ്ങൾ എനിക്ക് തോന്നുന്നു വിജയ് പറഞ്ഞോ എനിക്കറിയില്ല, മഹാരാഷ്ട്ര ബെൽറ്റിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഓപ്ഷൻ ചെയ്യാൻ തുടങ്ങി ആൾക്കാർ. ലേലം ചെയ്യുമ്പോൾ സാധനങ്ങൾക്ക് കിട്ടുന്ന പൈസയുടെ അളവും കൂടുമല്ലോ അല്ലേ? അപ്പം മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളടുത്ത് വരും, നിങ്ങളുടെ വീട്ടിലൊരു മരം ഉണ്ടെങ്കിൽ ഒരു കോൺട്രാക്ടറും വരും, നിങ്ങൾക്കൊരു എമർജൻസി വരുമ്പോൾ എന്ത് ചെയ്യും? കുറച്ച് പൈസ കടം തരും, പിന്നെ അവൻ തന്നെ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവൻ കുറച്ച് മദ്യം തരും, ഇതിങ്ങനെ കൊടുക്കേണ്ടി വരും. ഇങ്ങനെയാണ് ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആദിവാസി മേഖലയിൽ അടക്കം. അപ്പം പക്ഷേ ഇത് മൊത്തത്തിൽ ലേലം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നതോടുകൂടി ഇങ്ങോട്ട് അതിന് നിവൃത്തിയില്ലാതായി. അപ്പോൾ ഒരു സ്ഥലത്ത് എന്താ ചോദിച്ചാൽ വളരെ കുറച്ച് ഭീകരരായിട്ടുള്ള കോൺട്രാക്ടർമാർ ഗ്രാമസഭകളുടെ ലേലത്തിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഗ്രാമസഭകൾ എന്ത് ചെയ്തു? 5 കൊല്ലത്തേക്ക് ഈ കോൺട്രാക്ടർമാരെ മുഴുവൻ വിലക്കും കയറ്റി എല്ലാ ഗ്രാമസഭയിലും നോട്ടീസ് ഒട്ടിച്ചു. ഈ പറയുന്ന ആൾക്കാർ ഒരു ലേലത്തിൽ ഒരു പ്രദേശത്തും ഏകദേശം മഹാരാഷ്ട്രയുടെ ഒരു 1/3 പ്രദേശം മുഴുവനും അവരെ ബാൻ ചെയ്തു. പിന്നെ അവസാനം അവർ കോംപ്രമൈസിനൊക്കെ വന്നിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ ഓപ്ഷനിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഓപ്ഷനിങ് നടന്നോ എന്നുള്ളതല്ല പ്രശ്നം, നമുക്കൊരു അവകാശം കിട്ടിയ അവകാശം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പിന്നെ സാമൂഹിക അവകാശത്തിൽ വരുന്നത് ഇപ്പോൾ തന്നെ ഹാബിറ്റേറ്റ് റൈറ്റ് എന്ന് പറഞ്ഞൊരു റൈറ്റ് ഉണ്ട്. അതായത് ഒരു പ്രാക്തന ഗോത്രത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടേതായിട്ടുള്ള പരമ്പരാഗതമായ ജീവിതശൈലി തുടരാനായിട്ടുള്ള ചില അവകാശങ്ങൾ അവരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ പ്രാക്തന ഗോത്രം എന്ന് നമ്മളുടെ ഇന്ത്യയിലെ 75ഓളം ആദിവാസികളുണ്ടെങ്കിലും കേരളത്തിലെ 5 ആദിവാസികളാണ് പ്രാക്തന ഗോത്രമായിട്ട് പറയുന്നത്. അതിലൊന്ന് കുറുമ്പ, അട്ടപ്പാടിയിലെ കുറുമ്പ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, പിന്നെ കാട്ടുനായിക്ക, ചോലനായിക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, കാസർഗോഡിലെ കൊരക വിഭാഗത്തിൽപ്പെട്ടവർ, നമ്മളുടെ വാഴച്ചാലിലേക്ക് കാടർ വിഭാഗത്തിൽപ്പെട്ട, ഇങ്ങനെ 5 വിഭാഗങ്ങളെ പറയും നമ്മളിവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് യാതൊരു കാരണവശാലും അവരെ മാറ്റിപ്പാർപ്പിക്കാനോ ആ ആവാസ വ്യവസ്ഥയിൽ അവർ തുടരുന്ന പല കാര്യങ്ങളും തടയാനോ പാടില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് സംശയം തോന്നും, എന്താണ് ഈ തുടരുന്ന കാര്യം എന്ന് പറയുന്നത്? ഉദാഹരണത്തിന് ഇപ്പോൾ ലക്ഷദ്വീപിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ലക്ഷദ്വീപിൽ ഏകദേശം 34ഓളം ദ്വീപുകളുണ്ട്. അതിൽ 10 ദ്വീപിലെ ആൾവാസമുള്ളൂ. പക്ഷെ ബാക്കി ദ്വീപുകളിൽ ഇവർ സീസൺ ആകുമ്പോൾ ഫിഷിങ്ങിന് പോവും, അവിടെ ഒരു കുടിൽ കെട്ടും, താമസിക്കും, മീൻ പിടിക്കും, മീൻ അതിനടുത്ത് ഉണക്കിയിട്ട് അതാണ് നമ്മൾ മാസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നത്. ഈ മാസ് എന്ന് പറഞ്ഞ ലക്ഷദ്വീപിൽ നിന്ന് കൊണ്ടുവരുന്ന എല്ലാം ഉണക്കുന്ന ചൂരയില്ലേ നമ്മളിവിടെ കുടുത, പ്രധാനമായിട്ട് കുടുത, ആ കുടുത പിടിച്ചിട്ട് ഉണക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ ലക്ഷദ്വീപിൽ ഒരു മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് നിനക്ക് 10 സെന്റ് സ്ഥലം തന്നിട്ടുണ്ട്, ഇതാണ് നിന്റെ ദ്വീപ്, ഇത് വിട്ട് എവിടെയും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവും. അവൻ പോവുകയും ചെയ്യും. അവനെ പോയി കടലിലും തപ്പിപ്പിടിക്കാനൊന്നും പറ്റി അതിനും മാത്രം നമ്മളെ ലോകത്തെ സംവിധാനങ്ങൾ വളർന്നിട്ടില്ല. അതേപോലെ തന്നെയാണ് ആദിവാസികളോട് പല പ്രാവശ്യം പറഞ്ഞിരുന്നത്. ഇത്ര നാളെ എല്ലാ ആദിവാസികളോടും പറയും നിങ്ങൾ കാട്ടിക്കയറരുത്, ഭീഷണിയൊക്കെ ഉണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷെ എന്നിട്ടും അവർ കാട്ടി പോകുന്നുണ്ട്, അവരൊന്നും തപ്പിപ്പിടിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. പക്ഷെ അങ്ങനെ പോകുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് വാഴച്ചാലിലെ കാടര എടുക്കുകയാണെങ്കിൽ അവര് വർഷക്കാലത്ത് വരെ നമ്മൾ അനുഭവപ്പെട്ടു പോകും. കാട്ടിപ്പോയി ചെറിയൊരു ഷെഡൊക്കെ വെച്ച് ഭാര്യയും ഭർത്താവും കുട്ടികളൊക്കെ ആയിട്ട്
ജീവിക്കുകയാണ്. കഷ്ടപ്പെട്ട് ജീവിക്കണമെന്ന് ചോദിച്ചാൽ സുഖമായിട്ട് ജീവിക്കുകയാണ്. അവർ ജീവിതത്തിന് ഇങ്ങനെ ആനന്ദകരമായിട്ട് ലോകത്തിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് വളരെ മിനിമം മാത്രം എടുത്ത് വളരെ ആനന്ദകരമായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അത്. നമുക്ക് ആദ്യമൊക്കെ അത്ഭുതം തോന്നി. ഈ വർഷക്കാലത്ത് പ്രത്യേകിച്ച് നമ്മളെ കാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ സ്ഥലത്തുന്ന പ്രദേശങ്ങളാണ് നമ്മളുടെ. അവിടുത്തെ കാട്ടിൽ ഈ അട്ടയും ഇതൊക്കെ ആയിട്ട് നമുക്ക് ഒരു ദിവസം തന്നെ ചിലപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെയുള്ള ദളിതരോട് ഇടയ്ക്ക് ഞാൻ പറയാണ്, നമ്മൾ പോലും ചിലപ്പോൾ ഒരു ദിവസം കാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു എന്ത് ദുഷ്കരമാണ് അവിടുത്തെ ജീവിതം നമുക്ക് തോന്നും. പക്ഷെ കാട്ടുനായ്ക്കനും ചോലനായ്ക്കനും കാടരും കുറുമ്പരും ഒക്കെ വർഷക്കാലത്ത് ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി ഒരു മീനൊക്കെ പിടിച്ച് സ്വസ്ഥമായിട്ട് ഇങ്ങനെ ദിവസങ്ങളോളം ഇരുന്ന് ജീവിക്കും. അപ്പോൾ അവർ ഊരിവിടെയാണെങ്കിൽ അവർ ജീവിക്കുന്നത് കുറേ സ്ഥലത്ത് മാറി മാറി ഇടയ്ക്കിടയ്ക്ക് പോകും. അവരുടെ എല്ലാ ഊരുകളും അടങ്ങുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് മൊത്തത്ത് ഇങ്ങനെ ചെയ്യാനുള്ളൊരു അവകാശം ഹാബിറ്ററ്റ് റൈറ്റിൽ വരും. അതിന് നമുക്ക് തടയാൻ പറ്റില്ല. അവർക്ക് അതിനുള്ള പ്രിവിലേജ് കൊടുക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ അവരുടെ ഭൂമി വില്ലേജിനെ, ഇപ്പം നിങ്ങൾക്ക് അറിയാം റവന്യൂ വില്ലേജുകളും വന വില്ലേജുകളും ഉണ്ട് ഇന്ത്യയിൽ. പക്ഷെ കേരളത്തിൽ ആദിവാസി വില്ലേജുകളെല്ലാം തന്നെ വന വില്ലേജ് എന്നുള്ള അത് അൺസർവേഡ് നോട്ടിഫൈ ചെയ്യാത്ത ഹാംലെറ്റുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഹാംലെറ്റ് എന്നുള്ളതിന് മലയാളത്തിൽ ഗ്രാമം, പക്ഷെ അത് ശരിക്കുള്ള ലീഗൽ മീനിങ് വരുന്നില്ല അതിനകത്ത്. ഒരു എന്താണ് കുടിപ്പാർപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ മലയാളത്തിൽ. പക്ഷെ അത് റെക്കഗ്നൈസ്ഡ് ആണെന്ന് വെച്ചാൽ അല്ല, നിയമപരമായിട്ട് അതിന് ഒന്നുമില്ല. ഉദാഹരണത്തിന് ഈ തിരുവനന്തപുരം ജില്ലയിലെ ഈ ആദിവാസികളുടെ ഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു പോയിട്ടുണ്ട് 70കളിൽ. അപ്പോൾ അവരെന്നോട് ചോദിച്ചു സെറ്റിൽമെന്റ് ഭൂമിയിൽ നിന്ന് മരം മുറിച്ചെന്നും പറഞ്ഞ രേഖ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെയല്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും അങ്ങനെ ആദിവാസി ഭൂമിയിൽ നിന്നല്ല മരം മുറിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ആദിവാസി ഭൂമിയിൽ നിന്നും പറഞ്ഞ റെക്കോർഡില്ല അതിൽ. വെറുതെ അവരിവിടെ താമസിക്കുന്നത് മാത്രമല്ല, വനം എന്താണ്, അവരുടെ ഭൂമി റിസർവ് ഫോറസ്റ്റ് ആണ്. റിസർവ് ഫോറസ്റ്റിൽ കൂപ്പ് മുറിച്ചപ്പോൾ എല്ലായിടത്തെയും മുറിച്ചു. അപ്പോൾ ആദിവാസിയുടെ ഊരിലേയും പോയി. പക്ഷേ ആദിവാസിയുടെ കണ്ണിൽ ഗവൺമെന്റ് ഞങ്ങളിവിടെ കുടിതിരുത്തി ഞങ്ങളുടെ ഊരാണെന്ന് പറഞ്ഞു. പക്ഷെ നിയമപരമായിട്ട് ആ ഊരിന് റെക്കഗ്നിഷൻ ഇല്ല. പക്ഷെ വനാവകാശ നിയമം വന്നപ്പോട് കൂടിയിട്ട് ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് നിയമത്തിന്റെ പ്രൊസീജിയർ, നമുക്ക് അറിയോ അറിയില്ല എന്നുള്ളത് വേറെ കാര്യം. നിയമത്തിന്റെ പ്രൊസീജിയർ ഊരിനെ ആദ്യം തന്നെ വന വില്ലേജ് ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ആ വന വില്ലേജിനെയാണ് ഗ്രാമസഭയ്ക്ക് പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിലവിൽ ഇപ്പൊ പ്രഖ്യാപിച്ചതെല്ലാം വന വില്ലേജുകളായി. പക്ഷെ നമുക്കും അറിയില്ല, അതിന്റെ പ്രൊസീജിയർ ഒന്നും ഉദ്യോഗസ്ഥ തലത്തിലും മുന്നോട്ട് നീങ്ങിയിട്ടില്ല. അതിന്റെ പേപ്പർ റെക്കോർഡ്സ് ഒന്നും വന്നിട്ടുമില്ല. പക്ഷെ അങ്ങനെ അല്ലാതെ ഒരു അതായത് വനാവകാശ നിയമത്തിലെ സെക്ഷൻ 3P ഒരു ഓപ്ഷൻ ഉണ്ട്. സർവേ ചെയ്തതോ സർവേ ചെയ്യാത്തതുമായിട്ടുള്ള എല്ലാ ഹാംലെറ്റുകളെയും ഊരുകൂട്ടായിട്ട് വേണമെങ്കിൽ പ്രഖ്യാപിക്കാം. അതാണ് കേരളം അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഇപ്പോൾ ഗീതാനന്ദ മാഷിൻ്റെയൊക്കെ ഒരു മാഷാണ് ആദ്യമായിട്ട് ഈ ഊരുകൂട്ടം എന്നുള്ളത് എങ്ങനെയായിരിക്കണം എന്നുള്ളത് മുന്നോട്ട് വയ്ക്കുന്നതും. അതിനെ തുടർന്ന് 2003 തോന്നുന്നു ഊരുകൂട്ടുന്നൊരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. ആ ഓർഡർ പ്രകാരം 50 അതിലധികം കുടുംബങ്ങളുള്ള ഊരുകൾ എല്ലാം ഓരോ ഊരുകൂട്ടവും, അതിൽ താഴെയാണെങ്കിൽ 1-2 ഊരുകളെ കൂട്ടിച്ചേർത്തിട്ട് ഒരു ഊരുകൂട്ടം എന്നുള്ളത്. അപ്പൊ അത് തന്നെയാണ് വനാവകാശ നിയമത്തിൽ നമ്മൾ തുടർന്ന് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള വനത്തിന് അധികാരമുള്ള എല്ലാ ഊരുകൂട്ടങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി അതുകൂടാതെ ഇപ്പൊ ഞാൻ മത്സ്യം പറഞ്ഞു, പിന്നെയുള്ളത് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള സെക്ഷൻ 5 സെക്ഷൻ 31I പറയുന്ന ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പരമ്പരാഗതമായിട്ട് നമ്മൾ ജീവിച്ചു വരുന്ന കാടിന്റെ അതിലുള്ള എല്ലാ വിഭവങ്ങളും സസ്റ്റൈനബിൾ ആയിട്ട് ശേഖരിക്കുന്നതിന് മാത്രമല്ല അതിനെ സംരക്ഷിക്കുന്നതിനും അതിന്റെ പരിപാലന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുള്ള അധികാരം എന്ന് പറയുന്നത് വളരെ വിപ്ലവാത്മകമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഭൂമിയല്ല, ഇപ്പോൾ ഇവിടെ കർഷകരാണെങ്കിൽ കൃഷിഭൂമി അത് കൃഷി ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ കാടാണെങ്കിൽ കാട്ടിൽ നിന്ന് വനവിഭവങ്ങൾ ശേഖരിക്കാൻ, മത്സ്യം ശേഖരിക്കാൻ, കാട്ടിൽ എന്തെങ്കിലും പ്ലാന്റേഷൻ എന്ത് പണി നടക്കുന്നുണ്ട്, ഫയർ പ്രൊട്ടക്ഷൻ നടക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ പണികൾ ചെയ്യുന്നതിനും അതിന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള എല്ലാ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം വെസ്റ്റ് ചെയ്യുന്നത് സെക്ഷൻ വകുപ്പ് 5 പ്രകാരം വനാവകാശ നിയമത്തിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിലാണ് ഇത് വലിയ, ഇപ്പോൾ ഉദാഹരണത്തിന് ആദിവാസികൾ തന്നെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം. അപ്പോൾ അതിൽ ഇപ്പം തൃശ്ശൂർ തന്നെയുള്ള ഇപ്പം മലയ കമ്മ്യൂണിറ്റിയിലുള്ള ആദിവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃഷി ചെയ്യുന്നവരാണ് കൂടുതലും. കാടിൻ്റെ ഓരത്തെ നാട്ടുമ്പുറമായിട്ട് ചേർന്നിട്ടായിരിക്കും അവരുടെ ജീവിതശൈലി. മലയർ ചിലപ്പോൾ തൃശ്ശൂർ പീച്ച് ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയമുണ്ടാവും. ഇനി മുതുവാൻ കമ്മ്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ അവർ വലിയ ഏരിയയിൽ കാടിൻ്റെ ഉള്ളിൽ തന്നെ കാട് വെട്ടിത്തെളിച്ച് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അടക്കം കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. ആ സമയം കാടര് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ കൃഷി കുറച്ചേ ചെയ്യുന്നുണ്ടാവുള്ളൂ, കുറച്ച് ഏരിയ. അപ്പം നമ്മൾ വ്യക്തിപരമായ ഭൂമി അവരെ നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും. ഇപ്പം തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ
അവിടുത്തെ 52 ഊരുകളുടെയും സാമൂഹിക മേഖലകൾ മാപ്പ് ചെയ്യുകയും അതിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയും കുറേ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വിശദമായി പരിശോധിച്ച് മനസ്സിലായത്, ഇപ്പം മലയരെ പോലുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക്, ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഏക്കറോളം ഭൂമി ഉണ്ടാവും. പക്ഷെ സാമൂഹിക മേഖല, അവർ വിഭവങ്ങൾ എടുക്കാൻ പോകുന്ന മേഖല എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞതെന്ന് പറയുന്നത് ഒരു 5000 ഹെക്ടർ ഏരിയ ഉണ്ടാവും. ആ സമയം കാടര, ആനപ്പാന്തം കോളനിയിലെ കാടരുടെ വിഭവ മേഖല എന്ന് പറയുന്നത് 18000 ഹെക്ടറാണ്. അവർ പ്രാർത്ഥന ഗോത്രമാണ് എന്ന് വെച്ചാൽ അവരവിടേക്ക് പോകും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ നോക്കുമ്പോൾ 1,09,000 ഹെക്ടർ ഫോറസ്റ്റിന്റെ അധികാരം അവിടുത്തെ 32 ഊരുകൂട്ടങ്ങൾക്ക് അല്ലെങ്കിൽ 52 ഹാംലെറ്റുകൾക്കാണ്, അതായത് സെറ്റിൽമെന്റുകൾക്കാണ്. ഇത് കേരളത്തിൽ ആദ്യം നടപ്പിലായി. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയി. ഇത് നടപ്പിലാക്കി കഴിഞ്ഞപ്പോഴാണ് മറ്റുള്ളവർക്ക് അതിനു മുമ്പ് വിചാരിച്ച ആദിവാസികൾക്ക് എന്തൊക്കെയോ ഇങ്ങനെ കിട്ടുന്ന ഒരു പരിപാടിയാണത് എന്നുള്ളത് വിചാരിച്ചിരുന്നു. പക്ഷെ ഇത്രയും നടപ്പിലായി കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഇത് പ്രശ്നമായത്. ഇത്രയും വലിയ ഏരിയ. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ക്രിറ്റിസിസം വന്നത്, ഇപ്പോൾ എനിക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടക്കം മുൻകൈ എടുക്കുകയും ഞാനും കൂടി ഉൾപ്പെടുകയും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ അത് ആദ്യത്തെ പ്രോസസ്സ് വാഴച്ചാൽ മേഖലയിൽ നടക്കുന്നത്. അത് തൃശ്ശൂർ ജില്ലയിലേക്ക് ഇപ്പോൾ നമ്മൾ കണ്ണൂർ കളക്ടറായിരിക്കുന്ന നൂർ മുഹമ്മദ് അന്ന് അവിടെ സബ് കളക്ടറായിരുന്നു. അങ്ങനെ അന്ന് ജയ മേഡമൊക്കെ ഉള്ള സമയത്ത് വളരെ കൃത്യമായിട്ട് എന്നുവെച്ചാൽ കളക്ടറുടെ അടുത്ത് വളരെ ഭാരിച്ചൊരു ഉത്തരവാദിത്തം വനാവകാശ നിയമം ഏൽപ്പിക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് പല്ലുന്നതൊക്കെയുള്ള നിയമമാണത്, ഈ വിവരാവകാശ നിയമം പോലെ. അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്നും ഒരു പരാതി കിട്ടിയാൽ പരാതി പരിഹരിച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥനെ ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ അതിൻ്റെ വകുപ്പ് 9 കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇത് അപ്പൊ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും അതനുസരിച്ച് പരാതി കൊടുത്തിട്ടില്ല. കേരളത്തിൽ ഒരു പരാതി, ഇപ്പൊ സുപ്രീം കോടതിനെ നമുക്ക് ഈ വിധിയിൽ വലിയ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. സുപ്രീം കോടതിയിൽ ഞാൻ അന്ന് പറഞ്ഞ ആദിവാസികൾ അനധികൃതരെ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത പോലെ ഇപ്പൊ ഒരു കേസ് വന്നു. കേസ് എന്നപ്പോ പറഞ്ഞ എന്താണ്, 12 കൊല്ലമായി വനാവകാശ നിയമം നമ്മൾ നടപ്പിലാക്കിയിട്ട്, ഇനിയും ഇഷ്ടംപോലെ ആൾക്കാർ അനധികൃതരായിട്ട് കാട്ടിലുണ്ട്. അപ്പോൾ വനാവകാശ രേഖ കിട്ടാത്തവരെയൊക്കെ ഒഴിപ്പിച്ചോ. അപ്പൊ സുപ്രീം കോടതി നോക്കുമ്പോ ഇതുവരെ ഒരു പരാതിയൊന്നും വന്നിട്ടില്ല. എന്ത് രേഖ കൊടുത്തിട്ടില്ല എന്നോ അല്ലെങ്കിൽ അതിൽ പ്രശ്നമുണ്ടെന്ന് പരാതിയൊന്നും വന്നിട്ടില്ല. എന്നാൽ പിന്നെ രേഖയില്ലാത്തവരൊക്കെ ഒഴിപ്പിച്ചോളം പറഞ്ഞിട്ട് സ്റ്റേറ്റുകൾ ഫയൽ ചെയ്ത അഫിഡവിറ്റ്, ആ വിധി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. വിധിയിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ആകെ ഒരു 2 സ്റ്റേറ്റ്മെന്റും എല്ലാ സ്റ്റേറ്റും ഫയൽ ചെയ്ത അഫിഡവിറ്റുമാണ്. അഫിഡവിറ്റിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇത്ര അപേക്ഷ കിട്ടി, ഇത്ര കൊടുത്തു, ബാക്കി ഇത്ര നമ്മ തള്ളി. അപ്പൊ തള്ളിയവരൊക്കെ പുറത്താക്കാൻ സുപ്രീം കോടതി പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഇടയിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി മാത്രമല്ല, നമ്മൾ ജില്ലാ തലങ്ങളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കിട്ടാതെ പോയ അവകാശങ്ങളുടെ, അതിൽ വന്നിട്ടുള്ള ക്രമക്കേടുകളുടെ, അതിൻ്റെ തെറ്റുകളുടെ ഒന്നും തന്നെ പരാതികൾ കൃത്യമായിട്ട് പോയിട്ടില്ല. എന്താ വെച്ചാൽ ഗ്രാമസഭകൾ സജീവമല്ല, അല്ലെങ്കിൽ ആദിവാസികൾ അത്തരത്തിൽ അതിനെക്കുറിച്ച് കൺസേൺഡ് അല്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും ഈ സോഷ്യൽ സയൻസിലൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിന് പെട്ടെന്ന് ഞാൻ എനിക്ക് ഓർമ്മ വരുന്നില്ല. അതായത് ഒരു കുറേ കാലം അടിമകളായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡയലമ എന്ന് പറയും, ഒരു പ്രശ്നം. ആ അടിമത്തം നമ്മളിന്ന് പെട്ടെന്ന് അവർ വിട്ടുപോകില്ല. അതെ. അപ്പോൾ ഇപ്പോഴും എനിക്കറിയാം ഇപ്പം എനിക്ക് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് പോലും ചിലപ്പോൾ സംശയം ഉണ്ടാവും, ആദിവാസിയുടെ ഗ്രാമസഭ ഒരു തീരുമാനം എടുത്ത് ഈ പറയുന്ന ഗവൺമെൻറ്റൊക്കെ അംഗീകരിക്കുമോ, അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നവർക്ക്. അതുപോട്ടെ, കേരളത്തിലെ മുഖ്യധാര ജനങ്ങൾക്ക് തന്നെ, ഞാൻ സംസാരിച്ചിടത്തോളം ഉദ്യോഗസ്ഥരടക്കമുള്ള മുഖ്യധാര ജനങ്ങൾക്ക് ഇപ്പോഴും ഈ സാമൂഹിക അവകാശം എന്നുള്ളതൊന്നും ചിന്തിക്കാനേ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പോലും പറ്റിയിട്ടില്ല. എന്താണ് ഈ സാമൂഹിക അവകാശം എന്ന് പറയുമ്പോൾ? എന്നുവെച്ചാൽ നമ്മൾ ചരിത്രപരമായി പരിശോധിക്കുകയാണെങ്കിൽ എത്രയോ കാലം മുമ്പ് അവർക്ക് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇപ്പം ഞാനൊക്കെ എടുക്കുകയാണെങ്കിൽ എൻ്റെയൊക്കെ ജീവിതത്തിൽ ചരിത്രം പരിശോധിച്ചാൽ ചിലപ്പോൾ തലമുറകൾക്ക് മുമ്പേ ഈ സാമൂഹിക ബോധമോ അല്ലെങ്കിൽ സാമൂഹിക അടിത്തറയോ ഊരുകൂട്ടോ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി. കേരളത്തിലൊരു വലിയ വിഭാഗം ആദിവാസികളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ വേറൊരു വലിയ വിഭാഗം ആദിവാസികളിൽ ഭൂമിയുമായിട്ടുള്ള ബന്ധം വിട്ടുകളഞ്ഞു. എന്താ വെച്ചാൽ അവരെ നമ്മൾ അടിമകളാക്കി, അല്ലെങ്കിൽ കൃഷിസ്ഥലങ്ങളിൽ അടിമകളാക്കി ചെയ്തു. അത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ആദിവാസികളെ കച്ചവടം ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള അത് കേരളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ എവിടെയും ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. ഇന്ത്യയിൽ, അതായത് അമേരിക്കയിൽ നീഗ്രോകളെ കൃഷിസ്ഥലങ്ങളുടെ ഒപ്പം അടിമകളായി കച്ചവടം ചെയ്തിരുന്ന പോലെ കേരളത്തിൽ പണി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വയനാട്ടിൽ വള്ളിയൂർക്കാവ് മിത്ത് നിങ്ങളിപ്പോഴും ആലോചിച്ചാൽ മതി.
അവിടെ എന്താണ് പ്രതിജ്ഞ എടുക്കുന്നത്? ഒരു പണം പണത്തിന് വേണ്ടിയിട്ട് ഒരു കൊല്ലം മുഴുവനും ഞാൻ എൻ്റെ യജമാനെ സേവിച്ചു കൊള്ളാം എന്നാണ് വള്ളിയൂർക്കാവിൽ വന്നിട്ട് ആദിവാസികൾ പ്രതിജ്ഞ എടുക്കുന്നത്. അത് കച്ചവടം നടന്നിന്റെ സ്ഥലമാണ്, അടിമ കച്ചവടം നടന്നിന്റെ സ്ഥലമാണ്. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മുമ്പേ തന്നെ ആദിവാസി ഭൂമിയിൽ കയ്യേറ്റം നടക്കുകയും ആദിവാസികളെ ബോണ്ടഡ് ലേബേഴ്സ് ആയിട്ട് മാറ്റുകയും ചെയ്യുന്ന ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് വയനാട്ടിലായിരിക്കും. അതിനുശേഷമാണ് ബ്രിട്ടീഷുകാർക്ക് വരുന്നത്. പക്ഷെ അതിൽ തന്നെയും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇപ്പൊ കേരളത്തിൽ ഭൂമി നഷ്ടപ്പെട്ട ആദിവാസികൾ ഭൂരിപക്ഷവും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും, ഈ വനത്തിലുള്ള ആളുകളായിരിക്കില്ല. അത് തന്നെ നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഉദാഹരണത്തിന് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ, അത് പഴശ്ശിയുടെ യുദ്ധമായിട്ട് നമ്മൾ വിലയിരുത്തുന്നുണ്ടെങ്കിലും പഴശ്ശിയുടെ യുദ്ധം അല്ല അത്. ആദിവാസികൾ ബ്രിട്ടീഷുകാർക്കെതിരെ ചെയ്ത 2 യുദ്ധങ്ങൾ, അതിൽ പഴശ്ശിരാജാവ് അതിൻ്റെ ഇടയ്ക്ക് കൂടിയെന്ന് മാത്രമല്ല അവസാനം. എന്താ വെച്ചാൽ പഴശ്ശി അവസാന കാലത്ത് ലാസ്റ്റ് ഒരു ട്രീറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാരായിട്ട്. പഴശ്ശിരാജാവ് അതായത് വേണമെങ്കിൽ ഞങ്ങൾ കപ്പം തരാൻ തയ്യാറാണെന്നും എന്നൊക്കെ പറഞ്ഞ ഒരു സന്ധി ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ബ്രിട്ടീഷുകാർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ ബ്രിട്ടീഷുകാർക്ക് അപ്പോഴേക്കും പഴശ്ശിയുടെ വേറൊരു സാമന്തനെ കിട്ടിക്കഴിഞ്ഞു, ഈ പഴശ്ശിന് ആവശ്യമില്ല. അല്ലെങ്കിൽ അതിനു മുമ്പ് ആദിവാസികളിൽ നിന്ന് നികുതി പിരിച്ചിരുന്നു കോട്ടയം ഡൈനാസ്റ്റി. പക്ഷെ ഒരു സാഹചര്യത്തിൽ, പക്ഷെ എപ്പോഴാണ് വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആദിവാസികൾ മുന്നിട്ടിറങ്ങിയെന്ന് നമ്മൾ പരിശോധിച്ചാൽ, കൃഷിക്ക് കാട്ടിൽ നിന്നുള്ള വിഭവങ്ങളിലും അവിടെ പ്ലാന്റേഷൻ എടുക്കാൻ തുടങ്ങിയിട്ട് അവിടുന്ന് കൃഷിക്ക് നികുതി ഏർപ്പെടുത്തിയപ്പോഴാണ്, പ്രത്യേകിച്ച് കുറിച്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് 2 റിവോൾട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നതും. ഈ രണ്ടാമത് നമ്മൾ ഫേമസ് ആയിട്ടുള്ള പഴശ്ശിയുടെ യുദ്ധത്തിൽ പോലും കുറിച്യപ്പടയുടെ പതനത്തോട് കൂടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ യുദ്ധം അവസാനിക്കുന്നത്. ശരിക്കും ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ചെറുത്തുനിൽപ്പിൽ ആദ്യത്തെ കുറിച്യരുടെ ചെറുത്തുനിൽപ്പ് ബ്രിട്ടീഷുകാർ തോറ്റോടി തന്നെ ചെയ്തത്. രണ്ടാമത്തേതിലാണ് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാലും കുറിച്യരെല്ലാവരും അവരുടെ സ്ഥലം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർ മറ്റു വിഭാഗക്കാരെ പോലെ വയലുകളിലും സമതലങ്ങളിലും എല്ലാം അവർ ജീവിക്കുന്നു. അവർ കാട്ടിലെ കൃഷിക്കാർ. അപ്പോൾ അവർ കാട്ടിലേക്ക് ഉൾവലിഞ്ഞു. അപ്പൊ കാട്ടിലുള്ള ആദിവാസികളൊന്നും അങ്ങനെ ഇപ്പോഴും ഈ ബോണ്ടഡ് ലേബർ സിസ്റ്റത്തിലേക്ക് അധികം വന്നിട്ടില്ല. ആ സമയം വയനാട്ടിലെ പണിയരും അടിയരും ഒക്കെ തന്നെ അതിലേക്ക് വന്നു. ഇനി മറ്റു ദളിതരുടെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ അതിനു മുമ്പേ തന്നെ സമതലങ്ങളിൽ നമ്മൾ കൃഷിഭൂമികളും വയലുകളും ഒക്കെ ഈ ആളുകൾ ഈ നമ്മൾ പറയുന്ന ഫ്യൂഡൽ സംവിധാനത്തിലേക്ക് കടന്നു, ജാതി സംവിധാനത്തിലേക്ക് കടന്നു, നമുക്ക് അന്നേ നഷ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ ഇതിൻ്റെ വളരെ ഒരു ഗ്രേഡിയൻ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്നത്. അതിൽ ചില സ്ഥലത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇപ്പോഴും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം എറണാകുളത്ത് നമ്മൾ നടത്തിയ മീറ്റിങ്ങിൽ നമ്മൾ രാമൻ അവരുടെ ചില ജീവിത കാര്യങ്ങളും ഫിലോസഫിയൊക്കെ പറയും. നമുക്ക് ഇപ്പോഴും സംശയം തോന്നും, ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളത്. സാമൂഹിക അവകാശം, അധികാരം എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും പ്രശ്നമാണെങ്കിൽ ഈ പാവം ആദിവാസികളുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് ഇത്രയും പ്രശ്നം ഇതൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് അധികാരം കിട്ടി. പല ആദിവാസികൾ ഇപ്പോഴും നമ്മളൊരു തീരുമാനം എടുത്തു, പക്ഷെ എന്നാലും നമ്മളൊരു അപേക്ഷ കൊടുക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ തീരുമാനം എടുത്താൽ ഓർഡർ ഇടാനായിട്ടാണ് ഗ്രാമസഭകൾക്ക് അധികാരമുള്ളത് ശരിക്കും. ഉദാഹരണത്തിന് ഒരു ഉദ്യോഗസ്ഥൻ നിയമം ലംഘിച്ചു, നിങ്ങൾ ഇന്ന വകുപ്പ് പ്രകാരമുള്ള നിയമം ലംഘിച്ചിട്ടുണ്ട്, ഇതിന്റെ തീരുമാനം എടുക്കേണ്ടതിന്റെ ഏറ്റവും അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു സമിതി എന്ന് പറയുന്നത്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രാമസഭയാണ്. നിങ്ങൾ ഇന്ന ദിവസം ഗ്രാമസഭയിൽ വന്നിട്ട് ഹാജരാവണം, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് ഞങ്ങൾ ശുപാർശ ചെയ്യുന്ന പറഞ്ഞ നോട്ടീസ് അയക്കാനായിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതി ഇപ്പോഴും നമുക്ക് അങ്ങോട്ട് സ്വായത്തമായിട്ടില്ല. അതിന് പകരം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പോലീസിൽ പരാതി കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു അപേക്ഷകനായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു അധികാരം ഉപയോഗിക്കുന്നതിന് പകരം. അപ്പൊ ഇത് നമുക്ക് കുറ്റപ്പെടുത്തി പറയല്ല, ഇതൊരു ചരിത്രപരമായ ഒരു പ്രശ്നം കൂടിയിട്ടാണ്. അതിനെയാണ് ഒരുപക്ഷെ നമ്മൾ മറികടക്കേണ്ടി വരുന്നത്. അപ്പൊ ഇപ്പോ ഈ സുപ്രീം കോടതി വിധി കൊണ്ട് ചില ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലത്തും ആളുകൾ ഇപ്പൊ പരാതി ഫയൽ ചെയ്ത് കഴിഞ്ഞു. വനാവകാശം കിട്ടാത്തതിന്റെ പരാതികളും പിന്നെ ധൈര്യപൂർവ്വം ഓർഡറുകളൊക്കെ ഇപ്പൊ പല സ്ഥലത്തും, എനിക്ക് അട്ടപ്പാടിയിലൊക്കെ ഇപ്പൊ അടുത്ത കാലത്ത് ഉണ്ടായാൽ ആളുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും നമ്മളോട്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാനായിട്ട്. അത് ഉദ്യോഗസ്ഥർക്കും ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്, ആദിവാസികൾക്കും ക്ലാസ് എടുക്കാറുണ്ട്. നമ്മൾ നിയമത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ പലരും ഇപ്പോൾ ആയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള, എന്നുവെച്ചാൽ പെട്ടെന്ന് ഒരു കൊട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി നമ്മൾ ഇത്ര നാളും മിണ്ടാതിരുന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് ആകെ പ്രശ്നമാവും എന്നുള്ള രീതിയിൽ. പക്ഷെ എനിവേ
അപ്പൊ അധികാരത്തെ കിട്ടി, ഇത്രയും അധികാരം കിട്ടി, പക്ഷെ ഇത് ഉപയോഗിക്കപ്പെടാനായിട്ട്. അപ്പൊ അതിന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയണം. ചരിത്രപരമായ പ്രശ്നം മാത്രമല്ല, കുറെ കാലങ്ങളായിട്ട് ഇത്തരം അടിമകളായി ജീവിച്ചു പോയേണ്ട ഒരു പ്രശ്നം, കുറെ പേര് ഈ സംവിധാനത്തിൽ നിന്ന് വിട്ടുമാറി തന്നെ ജീവിച്ചിരുന്ന ആളുകളായതുകൊണ്ടുള്ള പ്രശ്നം. അവരിപ്പോഴും ഇതിലൊന്നും വിശ്വസിക്കുന്നൊന്നുമില്ല. ഈ നമുക്കിങ്ങനെ അധികാരപത്രം കൊടുക്കണം, ഭൂമി നമ്മളുടെയാണ്, അതൊന്നും വേണ്ട, ഞങ്ങളിങ്ങനെ അങ്ങോട്ട് ജീവിച്ചോളാം എന്ന് വിചാരിക്കുന്ന കുറെ ആദിവാസികളും കേരളത്തിലുണ്ട്. അവർക്ക് കാർഡുണ്ട്, എന്നുവെച്ചാൽ അവർക്ക് അധികം പ്രത്യക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് അവർ കടന്നു വന്നിട്ടില്ല. അപ്പോൾ പലപ്പോഴും ഞാനും ഇങ്ങനെ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, മാഷൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുമ്പോൾ, ഈ എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ ചില ആദിവാസികൾ ഇങ്ങനെ ഒരു എതിർപ്പിന്റെ വശത്ത് പോകാതിരുന്നത് ഇന്ത്യയിൽ? ലൈക്ക് ഈ എന്താണ് ബ്രിട്ടീഷ് ഭരണവും ഇതൊക്കെ വന്ന സമയത്തും. അപ്പൊ അതിനൊരു കാരണം, ഒരിക്കലും ഈ സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റും ഇവരുടെ ഇൻട്രസ്റ്റും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് എന്ന് പറയും. പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർക്ക് ആദ്യം വേണ്ടിയിരുന്നത് മരമായിരുന്നു. അന്ന് വ്യാപകമായ കാടുണ്ടായ സമയത്ത് ഇവർ മരം വെട്ടുമ്പോൾ മാക്സിമം ഉപയോഗിച്ചിരുന്ന ആദിവാസികളുടെ സ്കില്ലുകളെ തന്നെയാണ്. അപ്പൊ ആദിവാസികളെ ഒരു ഒരു തൊട്ടുകൂടാത്തവർ എന്നുള്ള രീതിയിലല്ല അവർ ട്രീറ്റ് ചെയ്തിരുന്നത്. കേരളത്തിന്റെ ചരിത്രം എടുക്കുക എന്നാൽ ഇവരെ സ്കില്ല് വേണം. ഇപ്പൊ ബ്രിട്ടീഷേഴ്സിൽ തന്നെ ഈ കാടിനെ കുറിച്ച് ആദ്യമായിട്ട് എഴുതിയ തേഴ്സ്റ്റൺ പറയുന്നത് കിങ്സ് ഓഫ് ആനിമലേഴ്സ് എന്നാണ് കാടിനെ കുറിച്ച് പറഞ്ഞത്, ആനമലയുടെ രാജാക്കന്മാരെന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ സ്കില്ല് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ പഴയ മൂപ്പന്മാർ പറയുന്ന ഇങ്ങനെ പറഞ്ഞ് വാമൊഴി കേട്ടുള്ള ചിലതൊക്കെ നമ്മൾ രേഖപ്പെടുത്തുന്ന മനസ്സിലാവുന്നത്, ഇപ്പൊ ബ്രിട്ടീഷ് ഒരു കേണലോ ആരെങ്കിലും വരുമ്പോ ഇവർക്ക് സമ്മാനമൊക്കെ ആയിട്ട് വരിക എന്ന് പറയണേ മൂപ്പന്മാർക്ക്. അങ്ങനെ ഒരു ഇനി നമ്മൾ വീണ്ടും കേരളത്തിലെ രാജാക്കന്മാർ ഇവരെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരുന്നു ആലോചിച്ച് കഴിഞ്ഞാൽ അത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ മാർത്താണ്ഡവർമ്മ രാജാവുമായിട്ട് ഇപ്പോൾ വനാവകാശ നിയമത്തിൽ ഒരു സെക്ഷൻ ഉണ്ട്, സെക്ഷൻ 31B. അതിൽ പറയുന്നത് നിസ്താരി അവകാശം എന്ന് പറയുന്നുണ്ട്. അതായത് രാജാക്കന്മാർ ഏതെങ്കിലും കൊളോണിയൽ ഭരണകാലത്തിന്റെ ഇടയിലുണ്ടായിരുന്ന പ്രിൻസ്ലി സ്റ്റേറ്റിലെ രാജാക്കന്മാർ എന്തെങ്കിലും അവകാശം ആദിവാസികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അവർക്ക് ഈ നിയമപ്രകാരം ഇപ്പോൾ ക്ലെയിം ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ തപ്പിയപ്പോൾ പെട്ടെന്ന് ഒരു സാധനം കണ്ണിപ്പെട്ട എന്താ വെച്ചാൽ, ഈ മാർത്താണ്ഡവർമ്മ രാജാവ് കാണിക്കാർക്ക് കൊടുത്തിട്ടുള്ള കാണിപ്പറ്റ എന്ന് പറഞ്ഞ അവകാശം. അപ്പൊ ആ കാണിപ്പറ്റ എന്ന് പറഞ്ഞ അവകാശം എന്ന് പറയുന്നത് ഒരു 30,000 ഏക്കറോളം ഏകദേശം അത്രയും ഭൂമിയിൽ ഇവരുടെ ആണെന്നുള്ളൊരു റിട്ടൺ ആയിട്ടുള്ളൊരു ഡോക്യുമെന്റ് ആണ് അന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് നമ്മൾ വിശദമായി പരിശോധിക്കുമ്പോൾ അതിന് പല കഥകളുണ്ട്. ഇപ്പൊ എന്ന് പറയുന്നത് മാർത്താണ്ഡ രാജാവിന് എന്തോ ഒരു ഭയങ്കരമായ അസുഖം വന്നപ്പോൾ കാണിക്കാർ ഫേമസ് ആണല്ലോ, അവർ ഈ വൈദ്യത്തിൽ ഫേമസ് ആണ്, അപ്പൊ അവർ സഹായിച്ചു എന്നുള്ളൊരു കഥയുണ്ട്. പക്ഷെ അതിനേക്കാളും നമ്മൾ നോക്കുമ്പോൾ സ്ട്രാറ്റജിക് ആയിട്ട് അന്നത്തെ നാട്ടുരാജാക്കന്മാരെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം എന്ന് പറഞ്ഞാൽ വനവിഭവങ്ങളാണ്. ഇന്ത്യ എന്തുകൊണ്ട്, മലബാർ എന്തുകൊണ്ട് പ്രസിദ്ധമായിരുന്നു, റോം വരെ നമ്മളെ പ്രസിദ്ധി എത്തിച്ചിരുന്നെങ്കിൽ ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോയിരുന്നത് വനവിഭവങ്ങളാണ്, സ്പൈസസ് ആണ്. കുരുമുളകൊക്കെ നമ്മളുടെ കൃഷി വിഭവമായിട്ട് 10-60-70 കൊല്ലമായിട്ടുള്ളൂ. കുരുമുളക് അടക്കമുള്ള എല്ലാ സ്പൈസസും വനത്തിൽ നിന്നാണ് കയറ്റിക്കൊണ്ടുപോയിരുന്നത്. അപ്പൊ ഈ വനത്തിൽ നിന്നുള്ള വിഭവങ്ങൾ കൊടുക്കുന്നു. പിന്നെ രാജാവിനാകെ വേണ്ടതെന്ന് ടിമ്പറും വലിയ ആവശ്യമൊന്നുമില്ല, രാജാവ് ഒരു നായാട്ടിന് പോകും. പിന്നെ സ്ട്രാറ്റജിക് ആയിട്ട് മറ്റു നാട്ടുരാജാക്കന്മാരെ ഉപദ്രവം, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ ചേര ഡെക്കാൻ പ്ലാറ്റു എന്നുള്ള ആളുകളുടെ വരവിനെ ചെറുക്കുന്ന സ്ഥലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൊടുത്തിരുന്നതും എല്ലാ തരത്തിലും സഹായിക്കുകയും ചെയ്യുന്നു. സ്ട്രാറ്റജിക്കലി നമ്മളുടെ ഈ പറയുന്ന ഒരു ജാതി വ്യവസ്ഥയുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിലെ മറ്റു ദളിതരെ അടിമകളായിട്ട് അവർണരായിട്ട് കൈകാര്യം ചെയ്തിരുന്ന പോലെ അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. കൃത്യമായിട്ട് ആദിവാസികളെ കേരളത്തിലെ ഭരണാധികാരികൾ കൈകാര്യം ചെയ്തിരുന്നത് നോക്കിക്കഴിഞ്ഞാൽ. അതേസമയം ഈ സ്ഥിതി നമ്മൾ വടക്കോട്ട് പോകുമ്പോൾ മാറും. വടക്കോട്ട് പോകുമ്പോൾ വലിയ രാജാക്കന്മാരായിരുന്നില്ല, അവിടെ ഭൂപ്രഭുക്കന്മാരായിരുന്നു. അവിടെ ഭൂപ്രമാണിത്വം എന്നുള്ളത് ആദിവാസികളെ അടക്കം അല്ലെങ്കിൽ ഈ ഗോത്രവർഗക്കാരെല്ലാം തന്നെ ഭൂമിയുടെ അടിമകളാക്കി വെക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് കാണാൻ പറ്റും. ആ സമയം തിരുവിതാംകൂർ കൊച്ചി മേഖല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മളുടെ ഇവിടെ ഉള്ള ആദിവാസികളിൽ തന്നെ ഈ അധികാരത്തേക്ക് ഉപയോഗിക്കാനും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും മിടുക്കുള്ളവർ കാണിക്കാരാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോഴും പറയുമല്ലോ, ഗവൺമെന്റ് ജോബിൽ ഏറ്റവും കൂടുതൽ കയറുന്നവർ തിരുവിതാംകൂരെന്ന് പറയും. എന്ന് വെച്ചാൽ ഈ പത്മനാഭന്റെ ഒരു പണം കിട്ടുക എന്നുള്ളത് അവരുടെ അഭിമാന പ്രശ്നമായിട്ട് നമ്മൾ പറയുമ്പോൾ അതൊരു ചരിത്രത്തിന്റെയും കൂടി നാൾ വഴിയാണ്. കുറെ കാലങ്ങളായിട്ട് ഭരണം അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്നുള്ളൊരു സാധനവുമായിട്ട് ഭരണവുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ രീതിയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ വടക്കൻ കേരളമായിരുന്നു പലപ്പോഴും നമ്മൾ നോക്കിയാൽ പ്രഭുക്കന്മാരുടെ കയ്യിലായിരുന്നു. അപ്പൊ ജന്മിത്വ വ്യവസ്ഥ എന്നുള്ളത് കുറച്ചും കൂടി ഷാർപ്പായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. മറ്റേത് കുറേയും കൂടി ഈ പറഞ്ഞ പോലെ ഇപ്പോൾ മറ്റു ദളിതരൊക്കെ കൃത്യമായ ജന്മിത്വ വ്യവസ്ഥയിൽ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നെങ്കിലും ഈ ആദിവാസികളോട്
രാജാക്കന്മാർ സ്ട്രാറ്റജിക്കലായിട്ട് ഇങ്ങനത്തെ ഒരു നിലപാടെടുത്തതായിട്ടാണ് എൻ്റെ ഒരു നിരീക്ഷണം അങ്ങനെയാണ് ശരിക്കും. അതിപ്പോഴും അവരുടെ രീതിയിലും ജീവിതശൈലിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ പണിയരുടെ അത്രയും ഒരു ബുദ്ധിമുട്ടിലൂടെ എനിക്ക് തോന്നുന്നത് വേറൊരു ആദിവാസി വിഭാഗം കേരളത്തിൽ കടന്നു പോയിട്ടുണ്ടാവില്ല. എന്നുവെച്ചാൽ അവർ നേരത്തെ തന്നെ അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു, അവർ ലേബേഴ്സായിട്ട് മാറി. പിന്നെ അതിനെ തുടർന്നുള്ള എല്ലാ തരത്തിലും ഇപ്പോഴും നമ്മൾ ഏതെങ്കിലും പണിയോ ഊരി പോയി കഴിഞ്ഞാൽ ആ ഊരിൻ്റെ അപ്പുറത്ത് കുറച്ച് പാടം കാണും. പാടം ആരുടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഏതെങ്കിലും വക്കീലിൻ്റെ ആയിരിക്കും. അതാണ് ചരിത്രം. ഇപ്പോഴും അവരെ അല്ല അത്. എന്നാൽ വനാവകാശത്തിന്റെ പരിധിയിൽ നിന്ന് ഇവരെ കുറെ പേരെ പുറത്താക്കി നിർത്തുന്നു. എന്ന് വെച്ചാൽ നമ്മളുടെ വിവക്ഷ, അതായത് കാട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് മാത്രമേ വനാവകാശം ഉള്ളൂ എന്ന് ആണെന്ന രീതിയിലാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിരുന്നത്. അതിന്റെ അടിസ്ഥാനം നമ്മൾ ചിന്ത മുഴുവൻ ഇതാണ്. വനാവകാശം എന്ന് പറഞ്ഞാൽ ഭൂമി കൊടുക്കൽ മാത്രമാണ് വ്യക്തിക്ക്. അത് ഒരു വകുപ്പ് മാത്രമാണ്. കാട്ടിൽ താമസിക്കുന്ന ആൾക്ക് വ്യക്തിപരമായ ഭൂമിക്ക് അവകാശമുണ്ടെങ്കിൽ കാടിന് പുറത്ത് താമസിക്കുന്നു, എന്നാൽ കാടിനെ ആശ്രയിക്കുന്നവർക്ക് സാമൂഹിക അവകാശങ്ങളുണ്ട്. ഇപ്പൊ പണിയരടക്കമുള്ള ആളുകൾ കാടിനെ ആശ്രയിച്ചിട്ടാണ് അവിടെ വിറകെടുക്കുന്നത്, പലരും ചില മറ്റുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്, മെഡിസിനൽ പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്നത്, ഇങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒട്ടുമിക്ക വരുന്ന ആദിവാസികൾക്കും ഒരു പക്ഷേ കാടിൽ നിന്ന് വളരെയധികം മാറി നമ്മളുടെ ഇപ്പൊ പറവൂരൊക്കെ ഉള്ള ഉള്ളാട വിഭാഗത്തിൽപ്പെട്ടവരോ അങ്ങനെയുള്ളവരൊഴിച്ച് കാടിനോട് ചേർന്നുള്ള പല ആളുകൾക്കും കൃത്യമായിട്ട് ഈ വനാവകാശത്തിന്റെ പരിധിയിൽ വരും. അതേപോലെ തന്നെ മറ്റു കുറേ വകുപ്പുകൾ അതിനകത്തുണ്ട്. ഞാൻ അതിനകത്ത് കൂടുതലായിട്ട് പോകുന്നില്ല. പക്ഷെ എങ്കിലും ഒരു വികസനാവകാശം എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വ്യക്തിപരമായ അവകാശം, സാമൂഹിക അവകാശം, വികസനാവകാശം എന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് ഒരു ആദിവാസിക്ക് ഒരു ഇതുപോലത്തെ ഒരു ഹാള് പണിയണം, ഒരു കമ്മ്യൂണിറ്റി ഹാള് വേണം, അല്ലെങ്കിൽ കുടിവെള്ള പദ്ധതി വേണം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. ഇത് വകുപ്പ് 3(2) ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് അതിന് ഭൂമിയില്ലെങ്കിൽ ഗവൺമെന്റിനോട് അപേക്ഷിക്കാം. പഴയ നടപടിക്രമമൊന്നുമില്ല. അതായത് ആദ്യകാലത്ത് ഇപ്പം നമുക്കറിയാം, ഒരു ആദിവാസിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ പൊതുഭൂമി വേണമെങ്കിൽ, വനഭൂമി വേണമെങ്കിൽ കേന്ദ്രത്തിൽ പോയി കേന്ദ്രത്തിൽ നിന്ന് അനുവാദം വേണം. അതുമാത്രമല്ല പല നടപടിക്രമങ്ങളാണ്, അതിന് പൈസ കെട്ടിവെക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിനെല്ലാത്തിനെയും പൂർണ്ണമായിട്ട് വനാവകാശ നിയമത്തിൽ ഒഴിവാക്കിയിരിക്കുകയാണ്. അത് വനസംരക്ഷണ നിയമം 1980 പറയുന്ന എല്ലാ തരത്തിലുള്ള ചട്ടവട്ടങ്ങളിൽ നിന്നും വനാവകാശ നിയമത്തെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ആദിവാസി ഊരിന് ഒരു ഇലക്ട്രിസിറ്റി കണക്ഷൻ വേണം, കുറച്ച് സ്ഥലം വേണമെങ്കിൽ 1 ഹെക്ടർ വരെ ഒരു വികസന ആവശ്യത്തിന് അതിന് പരിധിയിട്ടുണ്ട്. 1 ഹെക്ടർ വരെ 75 മരത്തിൽ കൂടുതൽ മുറിക്കാനും പാടില്ല. അതായത് വികസന ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്തായാലും കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ കാട് വളർത്താനോ അല്ല, അവിടെ കെട്ടിടം പണിയാനാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഡിഗ്രേഡ് ചെയ്ത ഏരിയ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് നിയമത്തിലൊരു ചെറിയ ക്ലോസ് ഉണ്ട്. 75 മരങ്ങളിൽ കൂടുതൽ മുറിക്കാൻ പാടില്ല. അപ്പൊ 75 മരങ്ങളിൽ കൂടുതൽ മുറിക്കാൻ വേണ്ടാത്ത 1 ഹെക്ടർ വരെയുള്ള ഭൂമി ഒരു വികസനാവകാശത്തിന് കിട്ടും. അങ്ങനെ കേരളത്തിൽ പലതും കൊടുത്തിട്ടുണ്ട്. പല സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ കാലത്ത് ഒരു ചെറിയൊരു ചരിത്രം നമ്മൾ നോക്കിയാൽ മറ്റു സമയങ്ങളിലേക്ക് നടന്നേക്കാൾ കൂടുതൽ ആദിവാസി ഊരുകളിലേക്ക് ഇലക്ട്രിസിറ്റി കണക്ഷനും റോഡും ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിന് കാരണം ഈ നിയമമാണ്. മറ്റൊന്ന് പറഞ്ഞാൽ അത് കേന്ദ്രത്തിൽ പോയി അങ്ങനെ പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു വരാൻ പറ്റുള്ളൂ. ഇപ്പം അത് വളരെ ജില്ലാ തലത്തിൽ കളക്ടറുടെ നേതൃത്വത്തിൽ DFOന് തന്നെ അത് സാങ്ഷൻ ചെയ്തു കൊടുക്കാം. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയ ഒരു വളരെ വിശദമായിട്ടുള്ളൊരു അസസ്മെന്റ് പ്രകാരം കേരളത്തിൽ വെറും 16% മാത്രമാണ് വനാവകാശ നിയമം മുന്നോട്ട് പോയിട്ടുള്ളൂ. അതിൻ്റെ മൊത്തത്തിലെടുക്കുമ്പോൾ വ്യക്തി ഭൂമി കൊടുക്കുന്നതിൽ ഇപ്പോൾ ഗവൺമെന്റ് തന്നെ പറയുന്ന കണക്ക് ഇത്ര അപേക്ഷകൾ കിട്ടി, ഇത്ര കൊടുത്തു, ഇത്ര തള്ളി, അപ്പൊ ഇത്ര % നമ്മൾ കൊടുത്തു എന്ന് പറയുന്ന ഇത്ര ശതമാനം. പക്ഷെ ശരിക്കും അപേക്ഷകൾ കിട്ടിയത് മുഴുവൻ അർഹരായിട്ടുള്ള ആളുകൾ മുഴുവൻ അപേക്ഷിച്ചിട്ടുണ്ടോ? അത് ഗവൺമെന്റ് എവിടെയും പരിശോധിച്ചിട്ടില്ല. അതായത് 513 ഊരുകൾ ആണ് ആദ്യം ഗവൺമെന്റ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗീതാനന്ദ മാഷിന്റെ കണക്കിൽ തന്നെയുണ്ട് നമുക്ക് ഏകദേശം ഒരു 3000 ഊരുകൾ കാണണം നമുക്ക്. അതിൽ തന്നെ 70% എന്തായാലും ഫോറസ്റ്റ്. ഇനി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കണക്കിൽ തന്നെ 892 97 ഊരുകൾ കാടിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതിലുള്ള ജനങ്ങളുടെ കണക്ക് കൊടുക്കുമ്പോൾ പോലും ഇപ്പൊ ഗവൺമെന്റ് കൊടുക്കുന്ന ഈ 39,000 പറയുന്ന കണക്ക് പോരാ. അപ്പൊ ശരിക്കും അവകാശപ്പെട്ട ആളുകൾ അവകാശം ഉന്നയിച്ചിട്ടില്ല, അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ പല ഊരുകളും ഇപ്പൊ പറയുന്ന പോലെ വ്യക്തിപരമായ ആനുകൂല്യമില്ല, പക്ഷെ സാമൂഹിക അവകാശമുണ്ട്, അവർ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തിനും പോട്ടെ പ്രാക്തന ഗോത്രമായിട്ടുള്ള
എന്താണ് കൊരകര് താമസിക്കുന്ന കാസർഗോഡ് ജില്ലേനെ കംപ്ലീറ്റ് ആയിട്ട് വനാവകാശത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയേക്കുക. അവിടെ DLCയോ SDLCയോ രൂപീകരിച്ചിട്ടില്ല. അവിടെ ഊരുകൂട്ടങ്ങൾക്ക് ഈ അധികാരം കൊടുത്തിട്ടുമില്ല. അപ്പം ഇങ്ങനെ തുടങ്ങി കുറേ പ്രശ്നങ്ങൾ തുടർന്ന് നിൽക്കുന്നുണ്ട്. അതിനെ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ വർഷം അനലൈസ് ചെയ്തൊരു റിപ്പോർട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പം ഈ ന്യൂസ് വന്നപ്പോൾ പലരും ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം അന്നൊന്നും ആർക്കും ഇത് വേണ്ടായിരുന്നു, പത്രക്കാർക്കടക്കം. ഇപ്പം പലരും ചോദിക്കുന്നുണ്ട് അതെന്താണ് അവസ്ഥ എന്ന് അറിയണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ വിശദമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ സാമൂഹിക അവകാശങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും വലിയൊരു വയലേഷൻ നടക്കണമെന്ന് നമുക്ക് പറയാവുന്ന വയനാട്ടിൽ തന്നെ. വയനാട്ടിൽ ഏകദേശം 100 ചില്ലാന് സാമൂഹിക അവകാശം കൊടുത്തു എന്നും പറഞ്ഞന്ന് നമ്മൾ ഗവൺമെൻറ് കൊട്ടിഘോഷിച്ചു. പക്ഷെ നമ്മളത് വിശദമായിട്ട് അപേക്ഷ നോക്കിയപ്പോൾ ഈ സാമൂഹിക അവകാശം 2 ഏക്കർ, 5 ഏക്കർ, 8 ഏക്കറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ആദിവാസി പരമ്പരാഗതമായിട്ട് തേനെടുക്കാനും മറ്റും പോകുന്ന ഭൂമിയുടെ ഏരിയ 2 ഏക്കർ, 8 ഏക്കർ. 2 ഏക്കർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 10 മിനിറ്റ് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ആയി 2 ഏക്കർ. അപ്പോൾ അത് വലിയൊരു വയലേഷൻ നടന്നേ. അപ്പോൾ അന്ന് തന്നെ അത് കളക്ടറൊക്കെ അന്ന് ശ്രദ്ധപ്പെട്ടു. അത് ആ സമയത്ത് ഫ്രീസ് ചെയ്തിരുന്നു. ഇപ്പം ഞാനത് ഗവൺമെൻറ് വെബ്സൈറ്റിൽ നിന്നൊക്കെ അവർ നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊരു തിരുത്തൽ നടപടി ആയോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിരിക്കുന്ന കുട്ടികളുടെ അടക്കം വരുന്ന ഊരിൽ അങ്ങനെ ഒരു ചതി പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനെ എന്താണ് നിയമത്തിൽ, ഇത് എങ്ങനെയാണ് ഇതിന് പറയുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അതായത് വനാവകാശ നിയമം എന്തുകൊണ്ടൊരു കുറച്ചൊരു ദളിത അല്ലെങ്കിൽ ആദിവാസി നിയമമാണ് എന്നുള്ളതിന് പറയാനുള്ള ഒരു കാരണം, ഇപ്പോൾ പലപ്പോഴും ഈ നിയമങ്ങളുടെ സംവിധാനത്തിന് മുന്നിൽ തെളിവുകൾ ഹാജരാക്കുന്നതിലാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത്. ഇപ്പം നിങ്ങളുടെ ഭൂമിയാണ് എന്നതിന് എന്താ തെളിവ് എന്നുള്ളത്. പക്ഷെ വനാവകാശ നിയമത്തിൽ പറയുന്നത് 10-13ഓളം തെളിവുകൾ പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും 2 മതി. ഇന്നത് വേണമെന്ന് ഗവൺമെൻറ് നിഷ്കർഷിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ ഒരു തെളിവ് ഊരിലെ മുതിർന്ന ആളുടെ വാമൊഴി മതി, അല്ലെങ്കിൽ സ്ഥാനീയ തെളിവ് മതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളവിടെ താമസിച്ചിരുന്നപ്പോൾ അവിടെ കൃഷി ചെയ്തിരുന്നതിൻ്റെ ഒരു കൃഷിഭൂമിയും വനഭൂമിയും കാടറിയാവുന്ന ആർക്കും പെട്ടെന്ന് കണ്ട് തിരിച്ചറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെ വരച്ചൊരു മരം അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ നമ്മൾ താമസിച്ചിരുന്നതിൻ്റെ വീടിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ മിക്ക ആദിവാസി ഊരിലും കൃഷി സ്ഥലത്ത് ഒരു ചെറിയ കല്ലും ഒരു പ്രതിഷ്ഠ എന്ന് ഞാൻ അതിന് വാക്ക് ഉപയോഗിക്കുന്നില്ല, കല്ലും ഒരു മരവും ഉണ്ടാവും. ഇങ്ങനെയുള്ള സ്ഥാനീയ തെളിവുകൾ ഏതെങ്കിലുമോ ഒരു വാമൊഴിയോ മതി. അല്ലാതെ ഇത് അത്ര വലിയ എന്താണ് ആദിവാസിക്ക് അപ്രാപ്യമായിട്ടുള്ളൊരു നിയമം സൃഷ്ടിച്ചിട്ടുള്ള ഒരു സാധനമല്ല. വളരെ ജനകീയമായിട്ടുള്ള അല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ടുള്ളൊരു നിയമമായിട്ട് തന്നെയാണ് നമ്മളതിനെ കാണുന്നത്. പലപ്പോഴും ഇപ്പം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇപ്പം ഇത്രയും കൊല്ലം കഴിഞ്ഞു, നമ്മളുടെ പല സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ ഇത് കൃത്യമായിട്ട് അറിയാം, അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല കാര്യം. പക്ഷേ എങ്കിലും നേരത്തെ പറഞ്ഞ ഒരു ചരിത്രത്തിൻ്റെ ഒരു പ്രശ്നം, ചരിത്രപരമായി ഇങ്ങനെയൊക്കെ നിന്ന് ജീവിച്ചതുകൊണ്ട് ഒരു പുതിയൊരു സംവിധാനത്തിലേക്ക് കടക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. 2, നമ്മൾ ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യം, സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം. കേരളത്തിൽ എന്താണ് 1.45% വരുന്ന ആദിവാസികളെ സംബന്ധിച്ചിട്ട് ഒരു വലിയ വോട്ട് ബാങ്കല്ല, ഉദ്യോഗസ്ഥർക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഇതിനേക്കാളും വലിയ ശക്തികൾ എതിർവശത്ത് നിൽക്കുന്നു. പിന്നെ പരമ്പരാഗതമായ ശൈലി നമുക്ക് മാത്രമല്ലല്ലോ, ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഉണ്ട്. കാലാകാലങ്ങളായിട്ട് ആദിവാസിയെ ഭരിച്ചും ആദിവാസിയുടെ വിഭവങ്ങൾ കൈകാര്യം ചെയ്തും ജീവിക്കുന്ന വലിയ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറിയെടുക്കാനെടുക്കുന്ന ഒരു സമയം ശരിക്കും അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒട്ടും തന്നെ അത് പ്രോഗ്രസീവായിട്ടില്ല. പക്ഷെ അതിലെനിക്ക് ഏറ്റവും കുറച്ചും കൂടി വിഷമകരമായിട്ട് തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ പോണ്ടിച്ചേരിയിലാന്ന് തോന്നുന്നു ഒരു ഗ്രൂപ്പുണ്ട്, അവർ ഈ ഫിഷർമാന് ഇത്തരത്തിലുള്ള ഒരു അവകാശങ്ങൾ, സാമൂഹിക അവകാശങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അങ്ങനത്തെ ഒരു നിയമനിർമ്മാണം വേണം, അവരെന്തോ ഡ്രാഫ്റ്റ് ചെയ്യുന്നതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അന്തർദേശീയ തലത്തിൽ ആദിവാസികൾക്ക് മാത്രമല്ല, എല്ലാ തദ്ദേശ ജനവിഭാഗങ്ങൾക്കും സാമൂഹിക അവകാശങ്ങൾ, അതായത് ഭൂമിയിൽ വിഭവങ്ങളിൽ തീരുമാനമെടുക്കാവുന്ന ഇങ്ങനെ 3 അധികാരങ്ങൾ വേണമെന്ന് ഒട്ടുമിക്ക അന്തർദേശീയ കൺവെൻഷൻസും പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഈ നിയമം വന്നത് അങ്ങനെ നിയമം നടത്തിയേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ്. എന്താ വെച്ചാൽ ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയിൽ അംഗമായതുകൊണ്ടും UN മെയിൻ പാർട്ടീസിൽ ഒന്നായതുകൊണ്ടും UN ഡിക്ലറേഷൻ അനുസരിച്ച് ഇപ്പോൾ 2006 UNDRIP എന്നുള്ള ഡിക്ലറേഷൻ അതിൽ പറയുന്നത് റൈറ്റ് ടു ഇൻഡിജിനസ് പീപ്പിൾ, ലോകത്തിലുള്ള എല്ലാ തദ്ദേശ ജനവിഭാഗങ്ങൾക്കും അവരുടെ ഭൂമിയിലും വിഭവത്തിലും തീരുമാനമെടുക്കാനുള്ള അധികാരവും വേണം എന്ന് പറയുന്നു. ഇനി നമ്മൾ ഇപ്പോൾ ഞാൻ IUCN വേഴാമ്പലിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പിലുള്ള ഒരാളാണ്. അപ്പോൾ IUCN എന്ന് പറഞ്ഞാൽ ജീവികളെ സംരക്ഷിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഏജൻസി, അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ തന്നെ ഒരു വിങ്ങാണ്. ജീവികളുടെ സംരക്ഷണം എങ്ങനെ നടക്കുന്നത്. പക്ഷെ അതിൽ പോലും ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഭേദഗതികൾ എന്ന് പറയുന്നത്
തദ്ദേശ ജനങ്ങളുടെ അവകാശത്തെ, വിഭവങ്ങളെ ആശ്രയിക്കാനുള്ള അവകാശത്തെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ വനസംരക്ഷണവും മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന് പറയണം. ഇനി CBD എടുക്കുക, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പറയുന്ന, നമ്മൾ ജൈവവൈവിധ്യ സംരക്ഷണത്തിന്റെ അടിത്തറയായിട്ടുള്ള CBDയുടെ ഇതിൽ ചട്ടങ്ങളും പറയുന്നത് തദ്ദേശ ജനങ്ങളുടെ അധികാരത്തെ അംഗീകരിക്കണം തന്നെയാണ്. അപ്പൊ അന്തർദേശീയമായിട്ട് ഇത് അംഗീകരിക്കുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ആദിവാസിയുടെ ഇത്തരത്തിലുള്ള അവകാശത്തെ കൊടുക്കില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ ഇന്ത്യയുടെ നിയമത്തെയും അന്തർദേശീയ കൺവെൻഷനുകളെ ലംഘിക്കുകയാണ്. അല്ല, അതിനു മുമ്പാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്, നമ്മൾ അപേക്ഷിക്കണം, സമരം ചെയ്യണം എന്നൊക്കെ പറയാം. ഇത് ശരിക്കും നമുക്ക് നിയമം വന്നു കഴിഞ്ഞു. അപ്പൊ നിയമം നടപ്പിലാക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഉദ്യോഗസ്ഥര് പരസ്യമായിട്ട് ഒരിക്കലും ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറയാത്തത്. വനാവകാശ നിയമം ഒരു നിയമത്തെ പരസ്യമായിട്ട് ഗണ്ണിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും പറ്റില്ല. അപ്പോൾ വീണ്ടും ആ നിയമത്തെ കാര്യക്ഷമമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ അതോടൊപ്പം തന്നെ പഴയ സംവിധാനങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുകയാണ്. അതായത് നമ്മളീ പറയുന്ന ആദിവാസികളുടെ ഒരു ചൂഷക സംവിധാനത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുക, നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും അറിയാൻ പറ്റും. അതായത് ഇപ്പോൾ മലപ്പുറം ജില്ലയായാലും തൃശ്ശൂരായാലും എറണാകുളം ആയാലും ആദ്യ കാലഘട്ടങ്ങളിൽ ഈ വനവിഭവങ്ങൾ നമ്മൾ സ്വാതന്ത്ര്യാനന്തരം കൈകാര്യം ചെയ്തിരുന്നത് കോൺട്രാക്ടർമാർക്ക് ലൈസൻസ് കൊടുക്കലാണ്. അതായത് കോൺട്രാക്ടർമാർക്ക് വനവിഭവങ്ങൾ എടുക്കാൻ ലൈസൻസ് കൊടുക്കുന്നു. അവരെന്ത് ചെയ്യും, അവർ വന്നിട്ട് നിങ്ങൾ ഏത് ഗോത്ര സ്ഥലങ്ങളിൽ പോയിട്ട് ആളുകളുമായിട്ട് സംസാരിച്ചാൽ അവർ ചരിത്രം പറയും. ഇപ്പോഴും മലപ്പുറം ജില്ലയിലൊക്കെ ആ കോൺട്രാക്ടർമാർ അവർ തന്നെയാണ് ഇപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ കോൺട്രാക്ടർമാർ കാടിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഒരു ഷോപ്പ്, സീസണാണ്, ഇപ്പോൾ തേൻ്റെ സീസൺ ആണെങ്കിൽ ആ സമയത്ത് ചെറിയൊരു കട ഓപ്പൺ ചെയ്യും. ആ കടയെ പറയുന്നതാണ് മാറ്റക്കട എന്നാണ് പല സ്ഥലത്തും പറയാം. പൈസ അല്ല, അപ്പോൾ അരി സാധനങ്ങളൊക്കെ കൊടുക്കും, പകരം തേനും മറ്റുള്ള സാധനം. ഇതായിരുന്നു ആദ്യത്തെ ഒരു ഘട്ടം. ആ ഘട്ടത്തിൽ തന്നെയാണ് ഒരുപക്ഷെ ആദിവാസി ഊരുകളിലേക്ക്, ഞാൻ പറഞ്ഞ എന്താണ്, അടിമകളാക്കപ്പെട്ട ആദിവാസിക്കപ്പുറത്ത് കാട്ടിലുള്ള ആദിവാസികളിലേക്ക് നമ്മളുടെ ആധുനികതയുടെ കടന്നുകയറ്റം കയറുന്നതിൻ്റെ ഒരു വഴി അതാണ്. സാംസ്കാരികമായിട്ടുള്ള കടന്നുകയറ്റം കയറുന്നതിൻ്റെ ഒരു വഴി അതാണ്. അതിൻ്റെ ഒപ്പം പലരും പറഞ്ഞത് എനിക്ക് അറിയാം, നമ്മളത് അതായത് വലിയ കലത്തിൽ ചാരായം കലക്കി വയ്ക്കും, വലിയ പാട്ടയിൽ മരത്തിൻ്റെ. അപ്പോൾ അവിടെ ചെന്ന് എത്ര വേണമെങ്കിലും ഇത് മുക്കി കുടിക്കുക, അത് ഫ്രീയാ. പിന്നെ സാധനങ്ങൾ കച്ചവടം ചെയ്യുകയും ചെയ്യാം. അപ്പൊ ആദിവാസികളിലെ അമിതമായിട്ടൊരു മദ്യപാനത്തിന്റെ ഉറവിടം എനിക്ക് മനസ്സിലായിട്ട് എല്ലായിടത്തും ഇതേ കഥ തന്നെ പറയാനുള്ളത്, ഈ മാറ്റക്കടകളിൽ നിന്നാണ്. അത് കഴിഞ്ഞ് അപ്പൊ അതൊരു ചൂഷക സംവിധാനമായിട്ട് മാറുന്ന കണ്ടപ്പോഴാണ് നമ്മൾ ഈ സൊസൈറ്റികൾ രൂപീകരിക്കുക എന്നുള്ളൊരു നിയമനിർമ്മാണത്തെക്കുറിച്ച് വരുന്നത്. അപ്പോൾ ആദിവാസികളുടെ പേരിൽ സൊസൈറ്റികൾ രൂപീകരിച്ച് സൊസൈറ്റി വഴി വനവിഭവങ്ങൾ ശേഖരിക്കുക എന്നുള്ള, അങ്ങനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, ഗിരിജൻ സൊസൈറ്റികൾ എല്ലായിടത്തും, അത് വയനാട്ടിലും നിലമ്പൂരും വാഴച്ചാലും എല്ലായിടത്തും ഇപ്പോഴും ഉണ്ട്. ആ ഗിരിജൻ സൊസൈറ്റികളുടെ സ്ട്രക്ചർ ഘടന നമ്മൾ പരിശോധിച്ചാൽ ഈ RDO ആയിരിക്കും അതിൻ്റെ ചെയർമാൻ, MLA ഉണ്ടാവും, മറ്റു ബ്ലോക്ക് ഓഫീസർ, അങ്ങനെ പല ആളുകളുണ്ടാവും, 2-3 ആദിവാസികളുണ്ടാവും പ്രതിനിധികൾ. ഈ ആദിവാസി പ്രതിനിധികളൊക്കെ തന്നെ പിന്നീട് കാലത്ത് ഏതെങ്കിലും പാർട്ടിയുടെ ആൾക്കാരായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഇത്രയും ഉദ്യോഗസ്ഥരുള്ള സ്ഥലത്ത് ആദിവാസി എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും എന്നുള്ളത്. അല്ല, ഇത്രയും ഉദ്യോഗസ്ഥരും 2 ആദിവാസിയും ഉള്ളപ്പോൾ അവിടെ തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ വന്നിട്ട് ഈ സൊസൈറ്റികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ചൂഷക വ്യവസ്ഥയായിട്ട് മാറുകയാണ് ചെയ്തത്. അതിൽ ആ സൊസൈറ്റികളുടെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റികൾ നമ്മളിപ്പോഴും പരിശോധിച്ച് അതിനകത്ത് എഴുതി വെച്ചിരിക്കും. എനിക്കൊരു മാധവമേനോൻ അടക്കം ഉണ്ടാക്കിയിട്ടുള്ള സൊസൈറ്റികളടക്കം 5 വർഷമായിട്ട് കഴിയുമ്പോൾ അവർക്ക് ഊരിനെ ശക്തീകരിച്ച് ഊരിനെ ഏൽപ്പിക്കണം എന്നാണ്. അത് കേരളത്തിൽ എവിടെ നടന്നിട്ടില്ല. പിന്നെ അതൊരു ചൂഷക വ്യവസ്ഥയായി മാറി. ആ ചൂഷക വ്യവസ്ഥയാണ് ഗവൺമെന്റ് തന്നെ അംഗീകരിച്ചു. അപ്പോഴാണ് 1988 നാഷണൽ ഫോറസ്റ്റ് പോളിസി, ദേശീയ വനനയത്തിനെ അധികരിച്ചിട്ട് 98 കേരള വനനയത്തിലൂടെ ആദിവാസികളുടെ മാത്രം ഒരു സമിതി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ ഉണ്ടാക്കിയിട്ട് അതിലൂടെ വനവിഭവങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്ന നിയമം വന്നത്. അപ്പോൾ കുറച്ചും കൂടി ഭേദഗതി വന്നു. ഇപ്പൊ അതാണ് നിങ്ങൾ ഇന്ന് കാണുന്ന VSSകൾ. നമ്മളിപ്പോൾ ടൂർ എവിടെയെങ്കിലൊക്കെ ആദിവാസി മേഖലയിലോ ഫോറസ്റ്റ് ഏരിയയിൽ പോകുമ്പോൾ, അതിരപ്പള്ളിയൊക്കെ പോകുമ്പോൾ ഈ വനസംരക്ഷണ ടൂറിസം പ്രൊട്ടക്ട് ചെയ്യാൻ കുറേ ആളുകൾ അവിടെ നിൽക്കുന്ന കാണാം, നമ്മുടെ ആളുകളൊക്കെ യൂണിഫോം ഒക്കെ ഇട്ട്. അപ്പൊ വനത്തിലെ പണികൾ 88 ശേഷം അല്ലെങ്കിൽ കേരളത്തിലെ 98 ശേഷം ആദിവാസികൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് ആദിവാസികളുടെ സമിതികളായിരിക്കണം. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള VSSകൾ, EDCകൾ എന്നുള്ള രീതിയിൽ. അപ്പൊ അവിടെയും ഒരു പ്രശ്നം വന്നത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഉദ്യോഗസ്ഥനാണ് അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്.
അപ്പോൾ എനിക്കറിയാവുന്ന കേരളത്തിലെ മിക്ക VSSകളിലാണെങ്കിലും ഉദ്യോഗസ്ഥരൊന്നും തന്നെ അങ്ങനെ കറപ്റ്റഡോ ഒന്നുമല്ല കാര്യത്തിൽ. അവർ പ്രത്യേകിച്ച് ഇതൊരു എക്സ്ട്രാ ഡ്യൂട്ടിയാണ് അവരെ സംബന്ധിച്ചിട്ട്. സാധാരണ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ അധിക ജോലിയാണ് ഈ VSS സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ ആദിവാസികളോട് ഇത്തിരി താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഇത് ഏറ്റെടുക്കുള്ളൂ. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ അതിൽ തന്നെ ഇപ്പോൾ ആദിവാസികളുടെ ഫണ്ടുണ്ട്, മറ്റു ഫണ്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ഫണ്ട് വകയിരുത്തുമ്പോൾ ഒരു ആദിവാസി വിഭാഗത്തിന് അത് കൊടുത്ത് നാളെ എന്തെങ്കിലും ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന് അതിനകത്ത് ബാധ്യത വരും. അപ്പൊ അങ്ങനെ വെച്ചിട്ട് കേരളത്തിലെ മിക്ക VSSകളിലും ലക്ഷക്കണക്കിന് രൂപ ഇപ്പം ഉണ്ട് ആദിവാസികളുടെ സമ്പാദ്യമായിട്ട്. പക്ഷെ ഇത് ആവശ്യ സമയത്ത് സീസൺ അനുസരിച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് വിനിയോഗിക്കാന്നുള്ള തീരുമാനം ആദിവാസികൾ എടുത്താലും ഉദ്യോഗസ്ഥര് അത് അനുവദിക്കുന്നത് വളരെ അപൂർവമാണ്. അതിനെ ഉദ്യോഗസ്ഥരെ കുറ്റം പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇതിനൊരു പൂർണ്ണ ഒരു സ്വതന്ത്ര സംവിധാനം അല്ല അത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അധികാരം പ്രശ്നവും അവരുടെ കീഴിലുള്ളത് കൊണ്ട് പല ഉദ്യോഗസ്ഥരും ഇപ്പൊ VSSന്റെ സെക്രട്ടറി, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ, റേഞ്ച് ഓഫീസർ, DFO ഇവരൊക്കെ അത് പെട്ടെന്നൊന്നും അനുവദിക്കില്ല. എന്നുവെച്ചാൽ പല അനുവദിച്ച ആളുകൾക്കൊക്കെ പലർക്കും ചില പ്രശ്നങ്ങളൊക്കെ വന്നുള്ളതുകൊണ്ട് അവരുടെ മേല് തടയാതിരിക്കാൻ നിങ്ങൾക്ക് അറിയാം. എല്ലാ ഉദ്യോഗസ്ഥരും അങ്ങനെ, നിങ്ങൾ ഉദ്യോഗസ്ഥരാണെങ്കിൽ നിങ്ങളും അതാണ് ചെയ്യുക. നമ്മളുടെ തടി കേടാവാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് എല്ലാവരും ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഇത് സംഭവമുണ്ട്, അധികാരമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു കാര്യമില്ല എന്നുള്ളൊരു അവസ്ഥയിൽ വന്നപ്പോൾ പക്ഷെ അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഈ സൊസൈറ്റി സംവിധാനത്തിൽ വളരെ വില കുറവ് കൊടുത്തിരുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് VSSൽ വന്നതോടുകൂടി ന്യായ വില കിട്ടാൻ തുടങ്ങി. കേരളത്തിൽ ശരിക്കും മിനിമം സപ്പോർട്ട് പ്രൈസ് ഒന്നും ആരും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇന്ത്യയിൽ വനവിഭവങ്ങൾക്ക് ഇത്ര മിനിമം ഇത്ര പൈസക്ക് എടുക്കണം നമ്മൾ അറിയാലോ. അപ്പൊ അരിക്ക് താങ്ങുവില എന്ന് പറയില്ലേ, ഇതേപോലെ വനവിഭവങ്ങൾക്ക് താങ്ങുവില ദേശീയ തലത്തിലുണ്ട്. പക്ഷേ കേരളത്തിൽ അത് ഇതുവരെ പ്രഖ്യാപിച്ചിരുന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സൊസൈറ്റികൾ 2008 വരെയൊക്കെ 2006, 2008 വരെയൊക്കെ 95 രൂപയാണ് 1 കിലോ തേനിന് കൊടുത്തിരുന്നത്. പക്ഷെ VSSൽ വന്നപ്പോൾ തീരുമാനം എടുക്കുന്ന ആദിവാസികളാണ്. എവിടെയെങ്കിലൊക്കെ കേരളത്തിൽ നല്ല VSL പ്രവർത്തനം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് നല്ല വില കിട്ടാൻ തുടങ്ങി. ഏകദേശം ഇപ്പൊ 450 രൂപ, 500 രൂപ 1 കിലോ തേനിന്, മീനിന് 150 രൂപ, 200 രൂപ മീനിന് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വില കൂടി. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ അധികാരം വികേന്ദ്രീകരിച്ചല്ല, ജനസഭകൾക്കല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ പോരായ്മകളിൽ നിന്നിട്ടും ഇതും പിന്നെ വേറെ തരത്തിലുള്ള ഒരു സംവിധാനമായിട്ട് മാറി. അപ്പൊ ആ സമയത്ത് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വനാവകാശ ഗ്രാമസഭകൾക്ക് വനവിഭവങ്ങളുടെ അധികാരം കൊടുക്കുന്നത്. ഇപ്പൊ ഗ്രാമസഭ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉദ്യോഗസ്ഥരില്ല. ശരിക്കും ഊരിലെ ആൾക്കാർ, അതിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഈ 15 അംഗം മാക്സിമം, അതിൽ 3-1 സ്ത്രീകൾ എന്ന് പറയുന്ന FRC കമ്മിറ്റിയും പിന്നെ ഈ CFR കമ്മിറ്റി എന്നുള്ള കമ്മിറ്റി ഫോം ചെയ്ത് അങ്ങനെ വരുന്നത്. പക്ഷെ കേരളത്തിൽ ഇത് CFR കമ്മിറ്റി ഒന്നും പേരിന് ഇപ്പോൾ വായിച്ചാൽ 1-2 കൂടി എന്നല്ലാതെ 1-2 ഊരുകളിലല്ലാതെ വേറെ എവിടെയും ഫോം ചെയ്തിട്ടില്ല. ഇപ്പോഴും VSSകൾ തന്നെയാണ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമസഭകളിലേക്ക് അധികാരം കൈമാറ്റപ്പെട്ടിട്ടില്ല. അപ്പം അങ്ങനെ വളരെ ദൂരം മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നത്. പക്ഷേ കേരള സമൂഹം ഒരു പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കുറെ പഠിക്കാനുണ്ട് ഈ നിയമത്തിൽ നിന്ന്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളും മറ്റു ദളിതരുമൊക്കെ നമ്മളുടെ സമരങ്ങളിലും നമ്മളുടെ ചിന്തകളിലും നമ്മൾ പറയുന്ന പല കാര്യങ്ങളിലും ഈ ഒരു നിയമത്തിന്റെ ചില അന്തസത്ത, ഈ അന്തസത്ത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗോത്ര ഫിലോസഫി എന്ന് തന്നെയാണ് അത് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ അന്തസത്ത ഒരു മോഡലാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ശരിക്കും പരിശോധിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആ കാര്യത്തിൽ ഞാൻ മാഷോട് നേരത്തെ പറയാം, അംബേദ്കറെ നമ്മൾ മോഡലാക്കി പറ്റൂ അല്ലേ? അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരുന്നു. 14 എണ്ണത്തിൽ 11 പിന്നെ 4-ൽ 3 ജയിച്ചാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ആദ്യം അധികാരത്തിൽ വരുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ മിനിസ്റ്റർ, അതായത് നിയമത്തിന്റെ മന്ത്രി അദ്ദേഹം ആവുന്നത് 1935 അദ്ദേഹം പഠിച്ചു, ഡോക്ടറേറ്റ് എടുത്തു. വാദിക്കാൻ വേണ്ടി വന്നപ്പോൾ വക്കീലായി, വാദിച്ചു. പല ഉദ്യോഗസ്ഥങ്ങളും, എനിക്ക് തോന്നുന്നത് കമ്മീഷനെ മാത്രമല്ല പല ജോലികൾ, ഈ 2 സർവകലാശാലകളുടെ അധികാരിയായിട്ട് ഇരുന്നിരുന്നു. 2 വർഷത്തോളം തന്നെ ഒരു സർവകലാശാല അധികാരി. അതിൻ്റെ ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. നിയമത്തെ, കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി അല്ലെ, നിയമത്തെ പഠിച്ചു, നിയമത്തെ വ്യാഖ്യാനിച്ചു, നിയമം ഉണ്ടാക്കി. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അംബേദ്കറെ മോഡലാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ നിലനിൽക്കുന്ന നിയമങ്ങളെ തിരുത്താനും നിയമങ്ങളെ ഭേദഗതി ചെയ്യാനും ആ നിയമം നമ്മളുടെ ആശയങ്ങളുടെ ഒരു ആയുധമാക്കി മാറ്റിയെടുക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ കുറേ കാലത്തെ
അംബേദ്കറിന് ശേഷം കുറേ കാലത്തെ ആദിവാസി ജനങ്ങളുടെ ചിന്തകളും, ആദിവാസികൾ മാത്രമല്ല അത്തരത്തിൽ പ്രോഗ്രസീവായിട്ട് ജനാധിപത്യത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന കുറേ ആളുകൾ, ഇപ്പം ഇന്നലെ ഇപ്പോൾ ബിജോയ് ഇവിടെ വന്നു പോയി. ബിജോയ് ആദിവാസിയൊന്നുമല്ല അല്ലേ? അങ്ങനെ നമ്മൾ പലരും നോക്കുമ്പോൾ പല ആദിവാസികളൊന്നുമല്ല. പക്ഷെ ആദിവാസിത്വം എന്നുള്ളത് നെഗറ്റീവായിട്ട് എടുക്കരുത്. ആദിവാസിത്വം എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് ഞാൻ പറഞ്ഞത്. അതായത് ഒരു വലിയൊരു ആശയ സംഹിതമുള്ള ഒരു മൂല്യശാസ്ത്രമാണ് ആദിവാസി എങ്കിൽ, ആദിവാസിത്വം എന്നുള്ളത് അതിൻ്റെ ഒരു സമഷ്ടിയാണ് അല്ലേ? മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞ പോലെ. ആദിവാസിത്വം എന്നുള്ളതാണ് യഥാർത്ഥ മനുഷ്യത്വം. അല്ലെങ്കിൽ ആദിവാസിത്വം എന്നുള്ള മനുഷ്യത്വം മാത്രമല്ല, പ്രകൃതി തത്വമാണത്. പ്രകൃതിയുടെ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ടെന്നാണ്. എനിക്ക് മാത്രം വേണ്ടി, മനുഷ്യന് വേണ്ടി മാത്രം ഭൂമി എന്ന് ഒരു ആദിവാസി വിശ്വസിക്കുന്നൊന്നുമില്ല. അപ്പൊ ആദിവാസിത്വത്തിന്റെ അടിത്തറയാക്കിയിട്ടുള്ള നിയമനിർമ്മാണങ്ങളിലേക്ക് പോകാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശ്രമിക്കേണ്ടതുണ്ടെങ്കിൽ, അതിനിതൊരു മാർഗദർശനമാണ് ശരിക്കും വേണമെങ്കിൽ. വളരെ സിമ്പിളാണ് ആക്ട്. വളരെ ആർക്കും വേണമെങ്കിലും പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു ചെറിയ നിയമം. ഞാൻ നിയമവിദഗ്ധനൊന്നുമല്ല, പക്ഷേ എനിക്കിത് നമ്മളിതിങ്ങനെ ആവശ്യം വന്ന് നമ്മൾ പഠിച്ചു. അതിനെക്കുറിച്ച് കുറേ കാലം വിചാരിച്ച് നിയമവിദഗ്ധരൊക്കെ ഇത് എഴുതുമെന്ന് വിചാരിച്ചു. പക്ഷെ ആരും എഴുതാനുള്ള അവസാനം രണ്ടും കൽപ്പിച്ച് നമ്മൾ തന്നെ എഴുതി. കുറെ കാലം അങ്ങനെ തന്നെയാണ് എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ നമ്മളിതിലൊന്നും എക്സ്പെർട്ട് അല്ല. പല ആളുകളും ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. ഇവരിതൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊന്നുമില്ല. അപ്പം നിങ്ങളും എന്ത് ചെയ്യണം? എൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ പാടശേഖരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിലടക്കം നമ്മളത് പരാമർശിക്കാറുണ്ട്. എങ്ങനെയാണ് ആ നിയമത്തെ നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ ഭേദഗതികൾ ഏത് തരത്തിലാണോ വേണ്ടത്? അടിസ്ഥാനപരമായിട്ടുള്ള ദർശനത്തിന് മാറ്റം വരാത്തിടത്തോളം ഇത് വലിയ കാര്യമൊന്നുമില്ല. അത് എപ്പോഴും ഈ ഉദ്യോഗസ്ഥ കേന്ദ്രീകൃതം തന്നെ ആവുകയും ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ആയിട്ടൊരു കാര്യം പറയുന്നു. ഈ വനാവകാശ നിയമത്തിൽ ആദിവാസികളെ FRC മെമ്പേഴ്സ് ഉദ്യോഗസ്ഥരാന്ന് പറയുന്നുണ്ട്. അപ്പം അതുപോലും ഇന്ന് ആരും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ വകുപ്പ് 7 കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇത് നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഈ വിവരാവകാശ നിയമം പോലെ 1000 രൂപ പിഴ ഈടാക്കാനുള്ള വകുപ്പ് ഇതിനകത്തുണ്ട്. അപ്പം 1000 രൂപ പിഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. ഒരു നല്ല ലെവലുള്ള ഒരു ഉദ്യോഗസ്ഥന് 1000 രൂപ പിഴ 3 പ്രാവശ്യം കിട്ടിയാൽ പിന്നെ അവന് അതിൻ്റെ മുകളിലേക്കുള്ള ഒരു പ്രൊമോഷനെ കുറിച്ച് ആലോചിക്കേണ്ട. 1000 രൂപയല്ല പ്രശ്നം. അത് ഇതിലിട്ടുണ്ട്. അതായത് പല്ലും നഖമൊക്കെ ഉള്ള നിയമമാണ്. 9ാമത്തെ ഇതിൽ പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 21 പ്രകാരം ഇതിൽ പറയുന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങളും പബ്ലിക് സർവൻസ് ആണ്. കേരളത്തിൽ പല സ്ഥലത്തും ആദിവാസികൾക്കെതിരെ, പ്രത്യേകിച്ച് വനാവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആദിവാസികൾക്കെതിരെ, അല്ലെങ്കിൽ FRC അംഗങ്ങളായിട്ടുള്ള ആദിവാസികൾക്കെതിരെ പല അന്യായമായിട്ടുള്ള കേസുകളൊക്കെ വന്നിട്ടുണ്ടായി. പല തടയലുകൾ മറ്റുള്ളതൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചില സ്ഥലത്തെങ്കിലും ഫലപ്രദമായിട്ട് അവരിത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇപ്പം ഭൂമി അളക്കുന്നു. ഭൂമി അളക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം വനാവകാശത്തിന് വേണ്ടി ഒരു മീറ്റിംഗ് കൂടുന്നു. ആ മീറ്റിംഗ് കൂടുമ്പോൾ ഒരു FRC അംഗം ചെയ്യുന്നത് അയാളുടെ ഔദ്യോഗിക കൃത്യനിർവഹണമാണ്. അയാളൊരു പബ്ലിക് സർവൻ്റ് ആണെങ്കിൽ അയാളുടെ ജോലി എന്താണ്? വനാവകാശ കമ്മിറ്റി കൂടുക, അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുക, ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അയാളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരു വകുപ്പുണ്ട് അല്ലേ? സാധാരണ നമ്മൾ ഉദ്യോഗസ്ഥരായിട്ട് കയറിക്കുമ്പോൾ നമുക്കിട്ട് കിട്ടുന്ന ഒരു വകുപ്പ് ഇതാണ്. കാര്യം പറഞ്ഞതും കാര്യം ചെയ്ത അന്യായമൊക്കെ ചിലപ്പോൾ ഉദ്യോഗസ്ഥൻ്റെ അടുത്തായിരിക്കും. പക്ഷേ ഉദ്യോഗസ്ഥനെ ജോലി കൃത്യനിർവഹണം നടത്തുന്നതിൽ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്കെതിരെ കേസ് വരാം അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പം നമ്മളൊരു ഉദ്യോഗസ്ഥനെ ചെന്ന് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അയാളെ നമ്മളെ നെഗറ്റീവായിട്ട് കാണണ്ട. ഒരു പബ്ലിക് സർവൻറ്റ്, യഥാർത്ഥത്തിൽ ഒരു പബ്ലിക് സർവൻ്റ് ആണെങ്കിൽ അയാളെ വേറൊരാൾ കയ്യേറ്റം ചെയ്യുന്നതെന്ന്, അയാളെ ജനസേവനം നടത്തുന്നത് സുഗമമായി കൊണ്ടുപോകാൻ വേണ്ടിയാണ് നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. അയാളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അയാൾ ഉദ്യോഗസ്ഥനാണ്. അയാളുടെ ഉദ്യോഗസ്ഥൻ്റെ ഡ്യൂട്ടി അയാൾ ചെയ്യുമ്പോൾ തടസ്സപ്പെടുത്താൻ പാടില്ല. പലപ്പോഴും പക്ഷെ ഇത് തിരിച്ചാണ് വരാറ്. അത് സാമൂഹിക സാഹചര്യം കൊണ്ട്. പക്ഷെ അതേപോലെ തന്നെ ആദിവാസി ഈ മെമ്പേഴ്സും ഇതിനകത്ത് ഉദ്യോഗസ്ഥരാണ്. അതുമാത്രമല്ല, ആട്രോസിറ്റി ആക്ടിൽ ഇത് അമെൻമെന്റ് വന്നിട്ടുണ്ട്. അത് വനാവകാശ നിയമത്തിന്റെ നടപ്പിത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആദിവാസി അതിക്രമ നിരോധന നിയമത്തിന്റെ പശ്ചാത്തലത്തിലും ഇതിനെ കാണാൻ പറ്റും. അപ്പം അത്തരത്തിൽ പലർക്കും ഇപ്പം എനിക്കറിയാവുന്നത്, ഞാൻ കുറച്ച് ചില കംപ്ലൈൻറ്റുകളൊക്കെ അടുത്ത കാലത്ത് കണ്ടിരുന്നു. അട്ടപ്പാടി അവിടെ ഇവിടെ നിന്നൊക്കെ വന്നത്. അതിലൊക്കെ ശരിക്കും ജനങ്ങൾ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എവിടെയൊക്കെ. അതായത് ഇപ്പോൾ മറ്റുള്ള ഉദ്യോഗസ്ഥരൊന്നും പെട്ടെന്ന് ആവശ്യമില്ലാതെ തടയുമ്പോൾ, ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുമായിരുന്നു, ഇന്നതാണ് എൻ്റെ ഡ്യൂട്ടി, ഇന്ന വകുപ്പ് പ്രകാരം ഞാൻ ഉദ്യോഗസ്ഥനാണ്, എൻ്റെ ഡ്യൂട്ടി ചെയ്തപ്പോൾ ഇവരാണ് തടസ്സപ്പെടുത്തി, അവർക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുകയും, അപ്പോൾ കേസ് എടുത്താലും എടുത്തില്ലെങ്കിലും നടത്തി കൊണ്ടുപോകുന്ന ഒരു സംവിധാനം. അതായത് ഒരു നിയമം കയ്യിൽ കിട്ടി, പക്ഷെ ആ നിയമം നടപ്പിലാക്കുന്നതിൽ സാമൂഹിക സാഹചര്യങ്ങൾ മാറ്റം വേണം.
നമുക്കറിയാം വർഷങ്ങളെടുക്കും. ഒരു നിയമം, ഇപ്പം ഇന്ത്യൻ ഭരണഘടന വന്നു, അതിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രഞ്ചുകാരെന്ന് കടമെടുത്താന്ന് പറയണേ അല്ലേ, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. അത് നടപ്പിലായോ എന്ന് ചോദിച്ചാൽ ബഹുദൂരം പോകാനുണ്ട്. അപ്പം നിയമം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, അത് സാമൂഹികമായിട്ടുള്ള ഒരു മാറ്റമായിട്ട്, സാമൂഹിക പരിഷ്കരണമായിട്ട് നമ്മൾ മാറ്റുമ്പോൾ അതിനെ തടയുന്ന തരത്തിൽ സമൂഹത്തിൽ കുറേ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഭയങ്കര തിരക്കുള്ളവരാക്കി മാറ്റുന്ന ജീവിതം, അതിനൊരു ഇതുണ്ട്. ഈ സുവോളജി ലാബിലൊക്കെ എലികളെ പരീക്ഷണത്തിനായിട്ട് വയ്ക്കും. അപ്പോൾ എലികളെ പരീക്ഷണത്തിനായിട്ട് വയ്ക്കുന്നത് എന്താ വെച്ചാൽ, ഈ മരുന്നുകൾ, മനുഷ്യൻ്റെ മരുന്നുകൾ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കാൻ പറ്റിയ ആൾ എലിയാണ്. എന്നുവെച്ചാൽ എലിയുടെ ഈ ദഹന, ഈ ഹോർമോൺ പ്രക്രിയയ്ക്ക് മനുഷ്യനുമായിട്ട് ഭയങ്കര സാമ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എലിയിലാണ് നമ്മളെല്ലാ പരീക്ഷണം നടത്താൻ. അപ്പോൾ അങ്ങനത്തെ എലികളെ കൂട്ടിൽ വളർത്തുമ്പോൾ അവർക്കൊരു ചക്രം വെച്ച് കൊടുക്കും. ചക്രം ഇങ്ങനെ തിരിക്കാനുള്ളതാണ്. എന്തിനാ തിരിക്കണേ? എലി അല്ലെങ്കിൽ വെറുതെ കൂട്ടി കിടന്ന് വ്യായാമം ഇല്ലാണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഒന്ന് ചത്തുപോകും. തമാശയല്ല, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ചാവുക. ഭക്ഷണം കുറേ കഴിക്കും, ഓടണില്ലല്ലോ. ബാക്കി ഒരു ദിവസം ഒരു സാധാരണ എലി എന്തോരം ഓടും, ഇത് ഓടുന്നില്ല. അപ്പോൾ എലിക്ക് എക്സർസൈസിനായിട്ട് എന്താണ് ചക്രം വെച്ച് കൊടുത്തേക്കുക. അപ്പോൾ എലി ജീവിച്ചിരിക്കണം, അത് പരീക്ഷണം നടത്തേണ്ട ആവശ്യമാണ്. എലി ജീവിച്ചിരിക്കണം എന്നുള്ളത്. എലി ആരായിട്ട് ജീവിക്കണം എന്നുള്ളത്, എലി ഒരു പരീക്ഷണ വസ്തുവായിട്ടാണ് ജീവിക്കേണ്ടത്, അല്ലാണ്ട് എലിയായിട്ടല്ല ജീവിക്കേണ്ടത്. അതും പരീക്ഷണം നടത്തുന്ന ആൾക്കാരുടെ ആവശ്യം. അപ്പോൾ അത്തരത്തിലുള്ള സാമൂഹിക വ്യവസ്ഥിതി രൂപം കൊള്ളുന്നു. അതിൽ തിരക്കുകൾ, അനാവശ്യമായിട്ടുള്ള തിരക്കുകൾ കൂടുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വിടുതൽ ചെയ്തിട്ട് വേണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഒക്കെ വേണ്ടി വരിക. ഞാനിനി അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല, എനിക്ക് തോന്നുന്നത് ഒരുവിധം ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളതിൽ ഭൂരിപക്ഷം ആദിവാസി മേഖലയിൽ നിന്ന് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് രീതിയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിച്ചത്. പിന്നെ എന്തെങ്കിലും ഒരു ഇൻട്രാക്ഷൻ എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കാകാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഉദ്ദേശിച്ചത്, ഇപ്പോൾ മാഷൊക്കെ ഉദ്ദേശിച്ചത് എന്നെ കൊണ്ട് ഇവിടെ സംസാരിക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഒരിക്കൽ കൂടി മുരളി മാഷിനും ഗീതാനന്ദ മാഷിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.